താങ്ക് യു കൃഷ്ണ മാഡം. സൂപ്പർ മാഡം എന്ന് പറയാനൊന്നും ഇല്ല, എന്റെ മോളുടെ പ്രായം പോലും ഇല്ല. എന്നാലും നമ്മൾ രാജൻ സാറ് അർജുൻ സാറിനെ സാറേന്ന് വിളിക്കുന്ന പോലെ, പരസ്പരം ഭാര്യ ഭർത്താക്കന്മാര് സാറേ മാഡം എന്ന് പറയുന്ന പോലെ അങ്ങനെ വിളിച്ചല്ലേ പറ്റൂ. അതിമനോഹരമായ ഒരു സ്വാഗതം അല്ലേ. എല്ലാവരും കൃഷ്ണ മാഡത്തിന് നല്ലൊരു കയ്യടി കൊടുക്കും. നല്ലത് നല്ലത് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ആ നല്ലത് കേൾക്കാനും നല്ലത് ചിന്തിക്കാനും നല്ലത് പഠിപ്പിക്കാനും പറ്റിയ ഒരൊറ്റ പ്ലാറ്റ്ഫോം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് RCM അല്ലാതെ വേറെ ഒന്നുമില്ല. ലൈഫിൽ ഒരുപാട് മേഖലകളിലൂടെ ജോലി ചെയ്തിട്ടുണ്ട്. 10-26 വർഷം മറ്റ് പലർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ജന്മായിരുന്നു. സ്വന്തമായിട്ട് സ്വന്തം ശരീരത്തോട് പോലും എനിക്ക് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ ഇഷ്ടം തോന്നാൻ വരെ കാരണം ഇത് RCM ആണ്. ഇന്ന് കണ്ണാടിയിൽ നോക്കുമ്പോ അഭിമാനാണ്, പുറത്തേക്ക് ഇറങ്ങുമ്പോ അഭിമാനാണ്, മറ്റുള്ളവരെ കാണുമ്പോ സന്തോഷാണ്. എല്ലാം കൊണ്ടും സാമ്പത്തിക സ്വാതന്ത്ര്യം ഒന്നും വന്നിട്ടില്ല. അതിനൊക്കെ ഇനി എത്രയോ എടുക്കുന്നു. ഒരു ടെക്നിക്കൽ അച്ചീവർ എനിക്ക് തോന്നുന്നത് എമറാൾഡ് ഒക്കെ ആകുമ്പോഴാണ് ഇത്രയെങ്കിലൊക്കെ അവിടേക്ക് എത്തുള്ളൂ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസിക സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നത് കൊണ്ട് മാത്രമാണ്. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. പേര് ജയശ്രീ വാടാനപ്പള്ളി, സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ആണ്. RCM എന്ന ഒരു ജീവൻ രക്ഷാ മാർഗം 4.5 വർഷങ്ങൾക്ക് മുൻപ് എന്റെ കൈകളിലേക്ക് എത്തിച്ച എന്റെ ഗ്രേറ്റ് ലീഡേഴ്സായ ഭാഗ്യ മാഡത്തിനും ഗോപി സാറിനും എന്റെ ഹൃദയാർപ്പണം. കരുത്തും കരുതലുമായി എന്നെ മുന്നോട്ട് നയിക്കുന്ന RCMലെ എല്ലാ ഗുരുക്കന്മാരെയും ഈ നിമിഷം ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഇന്ന് പ്രത്യേകിച്ചും ഓർക്കാനുള്ളവരെ ഓർക്കുന്ന ദിവസമാണ് അല്ലെ ഇന്ന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാർ ആൻഡ് അബോവ് മീറ്റിംഗ് പോലും രാജൻ സാറ് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പൊൻപുലരി നടക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇതിലൊരു 70 പേരായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഓർക്കാനുള്ളവരെ ഓർക്കുന്ന ദിവസമാണ് ഇത്. തലമുറകൾ കൈമാറിയ ഒരു കടപ്പാടാണ് ഇന്നത്തെ ദിവസം. ആരൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, ജീവിച്ചിരിക്കുമ്പോ നോക്കിയിട്ടില്ലെങ്കിലും ഇന്നത്തെ ദിവസം നല്ലോണം ഓർമ്മ വെച്ച് ഒരു ആചാരം പോലെ ആ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. കർമ്മങ്ങൾക്കൊന്നും ഞാൻ എതിരല്ല. കാരണം നല്ല രീതിയിൽ ആത്മീയമായി വിശ്വസിക്കുന്ന വ്യക്തിയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്, പ്രപഞ്ചത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കർമ്മങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു പോരുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇന്ന് തലമുറകൾ കൈമാറിയ കടപ്പാടുമായി ഇന്ന് നമ്മൾ ഈ ഒരു കർമ്മം, ഈ ബലിതർപ്പണ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ തലമുറകൾക്ക് വളരെ സന്തോഷത്തോടു കൂടി സെക്യൂരിറ്റിയോട് കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരൊറ്റ പ്രസ്ഥാനമാണ് RCM. അത് വേറെ എവിടെ പോയാലും ഏതൊരു വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ, പ്രൈവറ്റ് ആയിക്കോട്ടെ, ഇനി ഗവൺമെന്റ് സർവീസ് ആയിക്കോട്ടെ, ഇനി ചെയ്യുന്ന ചെറുകിട വൻകിട ബിസിനസ്സുകൾ ഏതുമായിക്കൊള്ളട്ടെ, അതൊക്കെ നമുക്ക് സ്ട്രെസ് തരുന്നുണ്ട്, മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ തരുന്നുണ്ട്. ഇപ്പൊ ഒരു സ്ഥാപനം നടത്തി കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ GST, അതിന്റെ മറ്റു കാര്യങ്ങള്, അവിടുത്തെ ജോലിക്കാരുടെ ശമ്പളം, അവർക്ക് വേണ്ടുന്നതായ ഓണം വിഷു വരുമ്പോ കൊടുക്കുന്ന ബോണസുകള്, അങ്ങനെ നമ്മള് ഈ ബിസിനസ് ചെയ്യുന്ന ആ ഒരു വ്യക്തി എപ്പോഴും മെന്റൽ സ്ട്രെസ്സിലായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ. അത് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം ഞാനും അങ്ങനെ കുറച്ച് നാളൊരു ബിസിനസ് മൈൻഡില് തുണിക്കടയൊക്കെ നടത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ എല്ലാ മേഖലയും പയറ്റി തെളിഞ്ഞത് കൊണ്ട് എല്ലാ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഒരു 26 വർഷത്തോളം കുറി കമ്പനിയിൽ ജോലി ചെയ്തിട്ട് അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട്. ടൈൽസിന്റെ കടയിൽ, ഹാർഡ്വെയർ ഷോപ്പിൽ, സാനിറ്ററി ഷോപ്പിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാം. സ്വന്തമായി തുണിക്കട നടത്തി, സ്വന്തമായി ചായക്കട നടത്തി, കാറ്ററിംഗ് നടത്തി, പലഹാരങ്ങൾ കൊണ്ടുപോയി വിൽക്കൽ നടത്തി. അപ്പൊ ഇനി ഓണക്കിറ്റുകൾ ഒരു 10-15 വർഷത്തോളം ഓണക്കിറ്റുകൾ ഈ വർഷം ഓണമാകുമ്പോ, അത് നമ്മുടെ RCM ഒന്നല്ല കേട്ടോ, RCM ഇപ്പോഴല്ലേ വന്നത്. ഒരു 10-200 പേർക്ക് ഒരു 10-ലധികം വർഷം, 10 പോരാ, എല്ലാ ആഴ്ചകളിലും ഞായറാഴ്ചകളിൽ വീടുകൾ തോറും കയറി ഇറങ്ങി. തുടക്കത്തിലൊക്കെ 50 രൂപയായിരുന്നു ഒരാഴ്ചക്ക്. അങ്ങനെ 50 ആഴ്ച പിരിച്ച് 2500 രൂപയുടെ കിറ്റ്, ഏകദേശം ഒരു പൂരാടല്ല, ഒരത്തം കഴിഞ്ഞ് പൂക്കളം തുടങ്ങി ഒരു 4 ദിവസം കഴിയുമ്പോഴേക്കും ആ പ്രൊഡക്റ്റുകൾ കൊണ്ടുചെന്ന്, അത് വീടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല, ഒക്കെ ഉള്ളു ഗ്രാമങ്ങളാണ്, റോഡ് പോകുന്ന വീടൊന്നും ആയിരിക്കില്ല. 10 കിലോ 20 കിലോന്റെ അരിയുടെ ചാക്കൊക്കെ ഞാൻ തോളിൽ ചുമന്നിട്ടാണ് ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നത്. എനിക്ക് എന്നും കൂട്ടായിട്ട് എന്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതൊന്നും ചെയ്യാത്ത പണിയല്ലാന്ന്. പിന്നീട് RCMലേക്ക് വന്നപ്പോഴാണ് ആ കിറ്റുകളില്
ഇതുപോലെയുള്ള നമ്മുടെ ഇപ്പൊ സോപ്പ് കൊടുക്കുന്നുണ്ട്, സോപ്പും പൊടി ഉണ്ട്, ആട്ടയുണ്ട്, അങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളൊക്കെ പൊതുമാർക്കറ്റിൽ നിന്ന് തൃശ്ശൂർ ടൗണിൽ പോയിട്ടാണ് അത് വാങ്ങുക. എന്നിട്ട് പാക്ക് ചെയ്യണം. എത്രയോ ദിവസങ്ങൾ തുടങ്ങിയിട്ടുള്ള അധ്വാനാണെന്നറിയോ. അതിന്റെ ക്വാളിറ്റി ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കി കൊടുത്ത് ഇന്ന് വരെ ഒരു ദോഷം പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾക്ക് ലാഭമില്ലെങ്കിൽ കൂടി നല്ല രീതിയിലാണ് പ്രൊഡക്റ്റുകൾ കൊടുത്തിരുന്നത്. അന്ന് RCM അറിയില്ലായിരുന്നു. RCM കയ്യിൽ കിട്ടിയപ്പോ എന്തായി, അതിൽ കുറേ ഉൽപ്പന്നങ്ങൾ അന്ന് ഞാൻ സ്ഥിരമായിട്ട് സുജിത് സാറിന്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങാറ്. അദ്ദേഹത്തിന് അറിയാം. അതുപോലെ ചേറ്റുവ ബാബാസ് ഇവിടെ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങാറുണ്ട്. അപ്പൊ അവരാണ് അതൊക്കെ വീട്ടിലേക്ക് എത്തിച്ചു തരാറ്. ഗോതമ്പ് പൊടിയൊക്കെ നമ്മുടെ ആട്ടയൊക്കെ കൊണ്ടുവന്നിട്ട് അത് 1 കിലോനാണ് കിറ്റിൽ കൊടുക്കുക. അപ്പൊ അത് പൊട്ടിച്ചിട്ട് പാക്ക് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ആട്ടയൊക്കെ ഇത് എവിടെന്നാ ഇത്ര നല്ല ആട്ടാന്നൊക്കെ ചോദിക്കാറുണ്ട്. കാരണം പാക്ക് ചെയ്യുമ്പോ അതിൽ ലേബൽ ഇല്ലല്ലോ. 2 കിലോന്റെ കൊടുത്താൽ നമുക്ക് മുതലാവില്ല. അപ്പൊ ഇതെല്ലാ മാർഗങ്ങളും ചെയ്തു പോന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്റെ മെന്ററും ഗുരുനാഥനുമായ സജീവ് കുമാർ സാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ആ കിറ്റ് കഴിഞ്ഞ വർഷം, അതായത് ഈ വർഷം അത് നിർത്തി. കാരണം എന്നെ കൊണ്ട് കൂട്ടിയാ കൂടാത്ത രീതിയിലേക്ക് പോയി തുടങ്ങി. ഒരു ജോലിയോടൊപ്പം RCM ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇതിന്റെ കൂടെ ഞാൻ വന്നത്. ആരോഗ്യം കിട്ടിയത് കൊണ്ട് മാത്രം, സാമ്പത്തികമായ ഒന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. പക്ഷെ ജോലിയോടൊപ്പം അത് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് വന്നതിന്റെ കാരണം എന്താ, നമുക്ക് കൂടുതൽ സമയം നമ്മുടെ ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ മനസ്സിൽ വെറുതെ ഒന്ന് മോഹിച്ചു, എന്നാ ഇനിയിപ്പോ ജോലി ഒന്ന് ഉപേക്ഷിച്ചാലോ. പക്ഷെ ജീവിതം മുന്നോട്ട് പോവണ്ടേ. പക്ഷെ ഈശ്വരൻ ഒരു തീരുമാനം എടുത്തു, നീ ഇനി ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഹോം ഷോപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്റെ കാല് ഒടിഞ്ഞു, ആക്സിഡന്റ് പറ്റിയിട്ട്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്. അപ്പൊ ആ ഒരു ആക്സിഡന്റ് പോലും എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മുഹൂർത്തമായിട്ട് മാറിയതാണ്. നമ്മൾ കരുതില്ലേ എല്ലാം നെഗറ്റീവ്, ഒരു തിരി കൊളുത്തി ഇതാ വന്നു ആക്സിഡന്റ്. പക്ഷെ ആ തിരി കൊളുത്തിയത് എന്റെ കുടുംബത്തിലുള്ള അശാന്തിയുടെ അല്ലെങ്കിൽ ഇരുട്ടിന്റെ മാർഗങ്ങൾ നീക്കാനാണ് എന്റെ ഗുരുനാഥൻ വന്ന് അന്ന് തിരി കൊളുത്തിയത് എന്ന് പിറ്റേ ദിവസം കാലൊടിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. അല്ലെങ്കിൽ ഒരിക്കലും ഇന്നൊരു സ്റ്റാർ പ്ലാറ്റിനം അച്ചീവ്മെന്റിൽ എത്താനും മാനസികമായ ഒരു സന്തോഷവും ഒരു കെട്ടുറപ്പും എന്റെ കുടുംബത്തിൽ ഉണ്ടാവാനും ഒരിക്കലും എനിക്ക് സാധ്യമായിരുന്നില്ല. അപ്പൊ ഓരോ നെഗറ്റീവുകളും പോസിറ്റീവാക്കി മാറ്റുന്ന പ്രസ്ഥാനമാണ് RCM. അതുകൊണ്ട് തന്നെ ഏറെ സന്തോഷമാണ്. ഓണം വന്നാല് മനസ്സും വീടൊക്കെ ഒരുപോലെ തിളങ്ങും. 10 പൂവ് കൊണ്ട് വീട് അലങ്കരിച്ചാല് 10 ഇരട്ടി സന്തോഷം മനസ്സിൽ വിരിയുന്നാണ് പണ്ട് കാരണന്മാര് പറയാറ്. അപ്പൊ കാണം വിറ്റും ഓണം ഉണ്ണണം എന്നാണ് മലയാളിയുടെ ഓണമൂട്. പണ്ടേ അങ്ങനെയാണ്. എന്ത് കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും ഇനി പണ്ടം പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കയറ്റി വെച്ചിട്ട് ഇത്തിരിയും കൂടെ കാശ് വാങ്ങിയിട്ട് കുറച്ചും കൂടിയൊക്കെ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരും. സമൃദ്ധിയാണ്, സമൃദ്ധിയുടെ നിറവാണ് ഓണം. കഷ്ടപ്പാടുകളുള്ള സമയത്തും ഓണത്തിന്റെ അന്നായിരിക്കും എല്ലാവരും നന്നായിട്ടൊക്കെ ഭക്ഷണം കഴിക്കുക. ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ പറയണേ. എന്റെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു. ആ ദിവസങ്ങളിൽ മാത്രമാണ് പുറത്തുനിന്ന് കിലോനരി വാങ്ങിക്കുക. എന്ന് പറഞ്ഞാൽ നല്ല അരി, അല്ലെങ്കിൽ എന്നും റേഷൻ അരി ആവും. അപ്പൊ ആ ഒരു ദിവസം ഓണം, ഉത്രാടം, തിരുവോണം, രണ്ടോണത്തിന്റെ അന്ന് എന്റെയും എന്റെ ഭർത്താവിന്റെയും പിറന്നാളാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം. അപ്പോഴല്ലേ പിറന്നാൾ എങ്ങനെയാണെന്ന് അറിയുള്ളൂ. അല്ലെ അതിനു മുൻപ് അദ്ദേഹത്തിന്റെ പിറന്നാൾ എനിക്ക് അറിയില്ലല്ലോ. അപ്പൊ ഈ ഉത്രാടം തിരുവോണം മാത്രമാണ് നല്ല അരി കൊണ്ട് ചോറ് വെക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശരിക്കും ആഘോഷത്തിന്റെ അവസരം തന്നെ. അതുപോലെ പപ്പടം എന്ന് പറഞ്ഞാൽ ഒരെണ്ണൊക്കെ എനിക്ക് പപ്പടം ഏറെ ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോ ചായയുടെ കൂടെയൊക്കെ ഡെയിലി പപ്പടം കഴിക്കുമായിരുന്നു. ചായയും പപ്പടമാണ് ഭൂരിഭാഗം വീട്ടിലുണ്ടാവാറുള്ളൂ രാവിലത്തെ ഭക്ഷണം. അപ്പൊ ഒരെണ്ണമൊന്നുമല്ല, ഒരു 4 അല്ലെങ്കിൽ 5 പപ്പടമൊക്കെ ഒരു രാവിലെ കഴിക്കും ചായക്കൊപ്പം. പാൽ ചായ ഒന്നുമില്ല, കട്ടൻ ചായ. അപ്പൊ അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ദിവസമാണ് ഈ ഉത്രാടവും തിരുവോണവും. അപ്പൊ ഏറെ സന്തോഷം, പപ്പടം മണി കഴിക്കാലോ. ഇനി ഇതും കഴിഞ്ഞ് ഓണത്തിൻ്റെതായ കാര്യങ്ങളൊക്കെ കഴിയുമ്പോ ഫ്രിഡ്ജൊന്നും ഇല്ല. ഫ്രിഡ്ജൊക്കെ ഇപ്പൊ എന്റെ വീട്ടിൽ വന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ ഫ്രിഡ്ജില്ലാത്ത കാലത്ത് മൺകല ഉണ്ടാവും. ഈ കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയാവൂലോ. ഓണത്തിനാകുമ്പോ നമ്മൾ എല്ലാം വെക്കും, 4 വെക്കാന്ന് പറയുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. എലിശ്ശേരി, അവിയല്, സാമ്പാറ്, കാളൻ, ഓലൻ, അങ്ങനെ പുളിഞ്ചി, അച്ചാറ്, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇതൊക്കെ ബാക്കിയാവുമ്പോ എന്ത് ചെയ്യും, ചോറും ബാക്കി ഉണ്ടാവും കുറച്ച്, ഈ മൺകലത്തിൽ ഇട്ട് വെക്കും. എല്ലാം കൂടിയിട്ടിട്ടാ, ഈ കറികളും ഈ പറയുന്ന ചോറും എല്ലാം കൂടി മൺകലത്തിൽ ഇട്ട് വെച്ചിട്ട് അത് നല്ലൊരു തുണി കൊണ്ട് വായിക്കെട്ടിട്ട് വെക്കും. വായിക്കെട്ടാന്ന് പറയുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഈ പുളിങ്കഞ്ഞിയാണ് കുടിക്കുക. എന്ത് രസം, ഇപ്പൊ തന്നെ ആലോചിക്കുമ്പോ സന്തോഷം തോന്നുന്നു. ഇന്ന് ആർക്കും അതിനെ കുറിച്ച് അറിയില്ല. സുജി സാർ ചിരിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അറിയാന്നുള്ളത്.
അപ്പൊ ആ പുളിങ്കഞ്ഞി അതിന്റെ മുകളിൽ ഇങ്ങനെ പാട വന്ന് നിൽക്കും പൂപ്പലിട്ടോ. ഇന്ന് പൂപ്പലുള്ളത് തിന്നു കഴിഞ്ഞാൽ എന്താവും പണി? വയറിളകിയിട്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ട് നമ്മുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. പക്ഷെ അന്നതില്ല. ആ വരുന്ന പൂപ്പലിനെ മാറ്റിയിട്ട് നല്ലൊരു അലുമിനിയത്തിന്റെ കയ്യിലാ, കൊട്ടക്കയ്യിൽ എന്തോ അറിയില്ല, ആ കൊയിലോണ്ട് നന്നായി അങ്ങോട്ട് ഇളക്കിയിട്ട് രാവിലെ തന്നെ എണീറ്റ് വന്ന് പല്ല് തേച്ച് മോറ് കഴുകിയാല് ഒരു 2 കയ്യിലെടുത്ത് ആ കിണ്ണത്തിൽ അങ്ങോട്ട് ഒഴിച്ച് കുടിക്കും. ഓ, ചിന്തിക്കാൻ വയ്യ. ഇന്ന് ഇതൊന്നുമില്ല. അപ്പൊ ശരിക്കും ഓണം ഒരു ആഘോഷം തന്നെയാണ്. അങ്ങനെ എന്തൊക്കെ വിറ്റിട്ടായാലും അത് ആഘോഷിക്കുകയും ചെയ്യും. അപ്പൊ ഒന്നില്ലെങ്കിൽ കടം വാങ്ങും, അല്ലെങ്കിൽ ഉള്ളത് വിൽക്കും. ഓണം നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നതാണ് പഴയ കാലത്തെ രീതികൾ. എന്നാൽ RCMലൂടെ കാണം വിൽക്കാതെ തന്നെ നമുക്ക് ഓണം പൊന്നോണമാക്കാനായിട്ട് അനവധി അവസരങ്ങളുണ്ട്. വേണ്ടത്ര രീതിയിൽ അതിനായിട്ടൊരു ശ്രദ്ധ കൊടുത്താൽ ഓണമേറെ മനോഹരമാക്കാൻ സാധിക്കും. ഓണക്കാലമായാൽ എല്ലായിടത്തും തിരക്കാണ്. ഈ തിരക്കാണ് ഓണത്തിന് മുൻപുള്ള ഒരുക്കം. ഒരുങ്ങുക, ആ ഒരു പോയിന്റ് നമ്മൾ അടിവരയിട്ട് ചിന്തിക്കണേ. ഒരുങ്ങുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഏതൊരു കാര്യത്തിന് മുൻപും നമ്മൾ ഒന്ന് ഒരുങ്ങും. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഏതൊരു ചടങ്ങിന് മുൻപും അതിനുള്ള ഒരുക്കങ്ങൾ നടത്തും അല്ലെ? കല്യാണത്തിന് ജനങ്ങളെ ക്ഷണിച്ച് കെട്ടും കഴിഞ്ഞ് ആൾക്കാരെയൊക്കെ കണ്ടതിന് ശേഷമാണോ നമ്മൾ അരിക്കടപ്പത്ത് വെള്ളമിട്ട് ചോറും കറിയൊക്കെ വെക്കുക? ഒരിക്കലുമല്ല. ഒരു മാസം മുൻപേ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ തീരുമാനിക്കും. എത്ര പേര് വരും എന്നുള്ളത് ചിന്തിക്കും. അതിനുള്ള കാർഡൊക്കെ അടിക്കും. അതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ ഒരുക്കും. അപ്പൊ ഒരു മാസം മുൻപേ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. അതുപോലെ ഓണം, ബക്രീദ്, പെരുന്നാള് എന്തായാലും അതിനു മുൻപ് കച്ചവടക്കാരൊന്നും ഒരുങ്ങും. നമ്മുടെ ഗ്രേറ്റ് ഗുരുനാഥൻ, എന്റെ മെന്ററായിരിക്കുന്ന സജീവ് കുമാർ സാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരുങ്ങുക. വലിയൊരു പോയിന്റ് ആണ് കേട്ടോ ഈ ഒരുങ്ങുക എന്ന് പറയുന്നത്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മളൊന്ന് ഒരുങ്ങും അല്ലെ? വീട്ടിലിട്ടിരിക്കുന്ന ഡ്രസ്സ് കൊണ്ടല്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. അപ്പൊ ഒരിക്കൽ അദ്ദേഹം പറയണ്ടായി, വീട്ടിൽ ഇങ്ങനെ ചെടികൾ നനയ്ക്കുകയാണ്. ഭർത്താവ് നിന്ന് ചെടി നനയ്ക്കുന്നു, ഭാര്യ അടുക്കളയിൽ അവരുടേതായ ജോലികൾ ചെയ്യുന്നു. ഈ ചെയ്യുന്നതിനിടയില് ഭാര്യ അകത്ത് നിന്ന് വിളിച്ച് പറയാണ്, ചേട്ടാ മീൻ വാങ്ങിച്ചിട്ട് വരൂട്ടാ കറി വെക്കാൻ എന്ന് പറയുന്നു. അപ്പൊ ഇദ്ദേഹം ഷർട്ട് ഇട്ടിട്ടില്ല. സ്വാഭാവികമായും വീട്ടിൽ ഇപ്പൊ പുരുഷന്മാര് 90%, എന്റെ ഹസ്ബൻഡ് ഒന്നും വീട്ടിൽ നിൽക്കുമ്പോ ഷർട്ട് ഇടാറില്ല. ആരെങ്കിലും ഒക്കെ വരുമ്പോഴാണ് ഓടിപ്പോയിട്ട് ഷർട്ട് എടുത്തിടുക. ഏതെങ്കിലും ഒരു കാവിമുണ്ട് അല്ലെങ്കിൽ ഒരു കൈലിമുണ്ട് എടുത്തിട്ടാണ് വീട്ടിൽ നിൽക്കുക. അങ്ങനെ ചെടിക്ക് നനയ്ക്കുന്ന ഇദ്ദേഹം ഒരു കള്ളിമുണ്ട് ഉടുത്ത് നിൽക്കുന്നുണ്ട്, ഷർട്ട് ഇട്ടിട്ടില്ല. ഭാര്യ അടുക്കളയിൽ നിന്നിട്ട് മീൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞ ഉടനെ ഈ പൈപ്പ് ഒന്ന് ഓഫാക്കി നേരെ അകത്ത് പോയി ഒരു ഷർട്ട് എടുത്തിട്ട് ജസ്റ്റ് മുടി ഒന്ന് കൈകൊണ്ട്, ചിലപ്പോ ചീപ്പ് പോലും ഉപയോഗിക്കില്ല, എന്നാലും കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി ഇറങ്ങി പോകുന്നു. എവിടേക്കാ പോണേ? മീൻ വാങ്ങാൻ. മീൻ വാങ്ങാൻ പോകുന്നിടത്ത് നമ്മളെ ആരെങ്കിലും കാണാനുണ്ടോ? കണ്ണു കാണാൻ പോവാണോ? ഒന്നുമല്ല. നിസ്സാരം തൊട്ടടുത്ത ചന്തയിലേക്ക് ഒരു മീനോ പച്ചക്കറിയോ വാങ്ങാൻ വേണ്ടി പോലും നിങ്ങൾ ഒരുങ്ങുന്നില്ല എന്നാണ് സാർ ചോദിച്ചത്. വലിയൊരു പോയിന്റ് ആയിരുന്നു. എന്റെ മനസ്സിൽ അന്നത് ഉൾക്കൊണ്ടൊരു പോയിന്റാ. സത്യമാണ്. അപ്പൊ ഒരുങ്ങല് വലിയ പ്രാധാന്യമാണ്. അപ്പൊ അതുപോലെ ഈ ഓണം വരുമ്പോഴും ബക്രീദ് വരുമ്പോഴും പെരുന്നാൾ വരുമ്പോഴും എന്തായാലും അതിനു മുൻപ് കച്ചവടക്കാരൊന്ന് ഒരുങ്ങും. കഴിഞ്ഞ ദിവസത്തെ പൻപുലരിയില് സജീവകുമാർ സാർ പറഞ്ഞൊരു പോയിന്റ് ഞാൻ എടുത്തിട്ടൂന്നേ ഉള്ളൂ. എന്റേതായതൊന്നുമില്ല, ശൈലി മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരുങ്ങുമ്പോ കുറച്ചധികം ചരക്കുകൾ ഇറക്കും. പ്രത്യേകിച്ചും ഒരാഴ്ച മുൻപ് ഗംഭീര തിരക്കായിരിക്കും. ഇതുപോലെ നാം ചെയ്യുന്നതും ഒരു ബിസിനസ് ആണെന്ന ബോധ്യം നമുക്ക് വരണം. തീർച്ചയായിട്ടും RCM അഭിയാനാണ്, അല്ലാന്ന് പറയുന്നില്ല. ഡബിൾ ഓക്കെ അഭിയാൻ തന്നെയാണ്. പക്ഷെ ആ അഭിയാനിലൂടെ അനവധി ജനങ്ങൾക്ക് ആരോഗ്യവും വരുമാനവും സന്തോഷവും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഞാൻ വന്നത് സേവനം ചെയ്യാനാ, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു മൈൻഡിൽ വന്ന ആളാണ് ഞാൻ. എനിക്ക് സേവനം ചെയ്യാൻ വന്നതാ ഞാൻ RCMലേക്ക്. പക്ഷെ സമയാസമയങ്ങളിൽ എനിക്ക് വരുമാനം കിട്ടിയില്ല എന്ന് വെച്ചാൽ ഞാൻ ഈ സേവനത്തിന് തയ്യാറാവൂ? നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും മേഖലയിൽ സേവനം ചെയ്യാൻ കുത്തിയിരിക്കുന്നവരുണ്ടോ? ഒരു തുണിക്കട നടത്തുകയാണെങ്കിലും പലചരക്ക് കടയാണെങ്കിലും പച്ചക്കറി കടയാണെങ്കിലും RCMന്റെ ഷോപ്പുകളാണെങ്കിലും വെറുതെ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കുവോ? ഒരിക്കലും ഇല്ല. നമ്മളുടെ ജീവിതത്തിന്റെ ഉപാധിയാണത് അല്ലെ? അപ്പൊ വരുമാനത്തിന് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ തുടക്കത്തിൽ കിട്ടുമോ? ഒന്നുമില്ല. 65 രൂപയാണ് ആദ്യമായിട്ട് കിട്ടിയ വരുമാനം. ഹയസ്റ്റ് ഇൻകം 26 വർഷം ജോലി ചെയ്തിട്ട് 8,000 രൂപ കിട്ടിയിട്ട് ആ 8,000 രൂപ കൊണ്ട് നിരവധി കുടുംബത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോയിരുന്ന എനിക്ക് RCMൽ വന്നപ്പോ 65 രൂപ കിട്ടിയപ്പോ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, എന്തിന് ഈ പണിക്ക് പോണം? എന്തിനു പോണം? ഇത് പണിയല്ല, ഇത് നമുക്ക് ശരിയാവുന്ന കാര്യമല്ല. പക്ഷെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ നിർദ്ദേശപ്രകാരം
അത് മൈൻഡിലേക്ക് സെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ മീറ്റിൽ കയറി ഇരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ സാധാരണ വലിയ പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്തത് കൊണ്ടോ ഹോം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തത് കൊണ്ടോ ഹോൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത് കൊണ്ടോ മൈൻഡ് സെറ്റ് മാറില്ല കേട്ടോ. 100% ഉറപ്പ്. അതൊക്കെ വേണമെന്നുള്ളത് സത്യം. ഇങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് സെറ്റ് ആവാനും നമുക്ക് ഇതിലൂടെ ഒരു മാർഗം കിട്ടുമെന്നും ഒരു വിഷൻ കിട്ടുമെന്നും ഇതിൽ നിലനിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണോ ഒരു അമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോ ആ 9 മാസത്തെ ആ ഒരു പ്രയത്നം, ആ കഷ്ടപ്പാട്, അതുപോലെ ഇതിനൊരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ എനിക്കത് നേടിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യമാക്കണമെങ്കിൽ ട്രെയിനിങ് അത്യാവശ്യമാണ്. അപ്പൊ ആർക്കെങ്കിലും ഇതിൽ കയറി വന്നിട്ട് ഞാൻ ബിഗിനറായി അല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ടറായി, എനിക്ക് ബിഗിനർ ആയപ്പോ 1000-ൽ താഴെ വന്നു, അത് കഴിഞ്ഞപ്പോ എനിക്ക് 200 വന്നുള്ളൂ, എനിക്ക് 100 വന്നുള്ളൂ, എനിക്ക് 50 വന്നുള്ളൂ, ഈ പണിക്ക് ഞാൻ ഇല്ല എന്ന് തീരുമാനിച്ചാൽ കഴിഞ്ഞു. പിന്നെ ജീവിതത്തില് തമ്പുരാൻ നേരിട്ടിറങ്ങി വന്നാലും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ രക്ഷപ്പെടുത്താനാവില്ല. ഇതെന്റെ 5 വർഷം ആവാൻ പോവുകയാണ്. 5 വർഷത്തെ ജീവിതാനുഭവം കൊണ്ട് ഞാൻ പഠിച്ച പാഠം. 46 വയസ്സ് വരെ 26 കൊല്ലമാണ് ശരീരം കൊണ്ട് കഷ്ടപ്പെട്ട് കണ്ടവന് വേണ്ടി പണിയെടുത്ത് ജീവിതം തീർന്നു പോയൊരമ്മയുടെ വിഷമ പറയണത്. പക്ഷെ ഇവിടെ വന്നിട്ടും തോന്നി, സ്റ്റാർ അച്ചീവർ ആയിട്ട് പോലും ഞാൻ എന്റെ ഭാഗ്യമേഡത്തിനോട് പറഞ്ഞു, ഈ പണിക്ക് ഞാനില്ല, എനിക്ക് കാശ് കിട്ടുന്നില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോഴും പറഞ്ഞൊരു കാര്യം, നിക്കൂ ഇതില് കിട്ടും. സജീവ് കുമാർ സാറ് പറഞ്ഞു, നിക്കൂ ജയശ്രീ മാഡം, ഇതില് കിട്ടും, വിശ്വസിച്ച് എന്നോടൊപ്പം കൂടെ നിക്കൂ, ജീവിതത്തിന്റെ അവസാനം വരെ എന്റെ കൊക്കില് ജീവനുള്ള കാലം വരെ കൂടെ ഉണ്ടാവും. ആ വാക്കില് വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഇതിനൊക്കെ കഴിയണമെങ്കിൽ നമ്മൾ ഒരുങ്ങണം. 1000 വട്ടം മനസ്സിനോട് പറയും ഒരുങ്ങണം. ആ ഒരുക്കമാണ് ഇന്ന് RCM-ലൂടെ നടക്കുന്ന ഈ ഓണക്കിറ്റിന്റെ ഒരുക്കം. റൂബി ഗിരീഷ് സാർ ഒരു ക്ലാസ്സിൽ പറയണ്ടായി, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പണം വേണോ? ഒരു ചട്ടിയുമായി മുറ്റത്തേക്ക് ഇറങ്ങിക്കോളൂ. 10 വീട് കയറി ഇറങ്ങിയാൽ 10 നാണയത്തുട്ടുകൾ കിട്ടും. അത് മാത്രം മതിയെങ്കിൽ അത് മതി, ചട്ടി എടുത്തിറങ്ങൂ. ഇനി അതല്ല, വൈകുന്നേരം ആകുമ്പോഴേക്കും കാശ് മതിയെങ്കിൽ ദിവസക്കൂലിക്ക് പോയിക്കോളൂ. ഇഷ്ടം പോലെ ദിവസക്കൂലിക്ക് നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളാ ഞാൻ. പിച്ചച്ചട്ടി എടുത്തിട്ടില്ലാന്നേ ഉള്ളോ, എന്നാ പല വീടുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട് പലഹാരങ്ങളുമായിട്ട്. അത് അതിന്റെ ഒരു ഭാഗം തന്നെയാ. ഇനി മാസാവസാനം കാശ് കിട്ടാനായി വേണമെങ്കിൽ മാസ ശമ്പളത്തിനായി പണിയെടുക്കൂ. 26 വർഷം മാസ ശമ്പളത്തിന് പണിയെടുത്ത വ്യക്തിയാണ് ഞാൻ. ചെറുകിട ബിസിനസ് ആണെങ്കിൽ 3 വർഷം കാത്തിരിക്കൂ. അപ്പൊ RCM എനിക്കല്ലേ അനുഭവങ്ങൾ തന്നത്, അതുകൊണ്ടല്ലേ വാക്കുകളിൽ ശക്തി വരുന്നത്, അതുകൊണ്ടല്ലേ സന്തോഷം വരുന്നത്. ചെറുകിട ബിസിനസ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. 3 വർഷം കാത്തിരിക്കാൻ പറഞ്ഞു, പറ്റിയില്ല. 3 വർഷം ആകുമ്പോഴേക്കും ആ ബിസിനസിനെ പ്രളയം എടുത്തുകൊണ്ടുപോയി. കഴിഞ്ഞില്ലേ? അപ്പൊ അതും കഴിഞ്ഞു. ഇനി വൻകിട ബിസിനസ് ആണെങ്കിൽ 5 വർഷം കാത്തിരിക്കൂ. വൻകിട ബിസിനസ് ആണ് RCM എന്ന സിസ്റ്റം. വെറും 2000 രൂപയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ എടുത്തുകൊണ്ട് ആജീവനാന്തം 28 സ്റ്റേറ്റിലും ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പറ്റുന്ന വൻകിട ബിസിനസ്സുകാരാണ് ഇന്നിവിടെ ഇരിക്കുന്ന 97 പേര്. 97 പേര് ഈ വൻകിട ബിസിനസ്, ഞാൻ ഉൾപ്പെടെ. പിന്നെ എന്തിനാശങ്ക? ആ വൻകിട ബിസിനസിനെ അതിമനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവാനും അതിലൂടെ ഇനിയും വരുമാനം ഉണ്ടാക്കാനും സാമ്പത്തിക ഭദ്രത വരുത്താനും സമ്പത്ത് കുമിഞ്ഞുകൂടാനുമാണ് RCM-ലൂടെ ഈ ഒരു ആഗസ്റ്റ് 31-നുള്ളിൽ കുറച്ച് കിറ്റുകൾ ഇറക്കാൻ പറയുന്നത്. അനവധി നിരവധി അതിമനോഹരമായ പ്രൊഡക്റ്റുകള്, ജീവൻ തുടിക്കുന്ന ഉൽപ്പന്നങ്ങള്, പ്രതീക്ഷ നൽകുന്ന ഉൽപ്പന്നങ്ങള്. എന്തിനാണ്? ഈ ബോധ്യവും ഈ ബോധവും നമുക്കുണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരാളെ കൊണ്ടും സാധിക്കില്ല. സിസ്റ്റം പാലിക്കുക, ആക്റ്റീവ്, എഫക്റ്റീവ്, ഗ്രോയിങ്, കെയറിങ്, അപ്ലൈയിങ് ലീഡേഴ്സിന്റെ കരം പിടിക്കുക. അവര് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ അതിനപ്പുറം ഒന്നും പറയാനില്ല. എന്തിനാണ് ഓണക്കിറ്റ് കൊടുക്കുന്നത്? ഒരു തലയ്ക്ക് സജീവ് സാറ് പറയുന്ന പോലെ, ബിജു സാറ് പറയുന്ന പോലെ ഒന്ന് പെടക്കി തലേമേ, എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ശരമുണ്ടെങ്കിൽ, ശങ്കയുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ, മടിയുണ്ടെങ്കിൽ ഭഗവാനെ അത് പോട്ടെ എന്ന് പ്രാർത്ഥിക്ക്. ഇന്ന് ഭൂരിഭാഗം ജനങ്ങളും ഇന്ന് ആ ഓർമ്മ പുതുക്കലിന് വേണ്ടി പിതൃക്കൾക്ക് തർപ്പണം ചെയ്യാൻ പോകുമ്പോ സ്വന്തം തർപ്പണം ഒന്ന് നടത്ത്. എന്റെ ശരീരത്തിലുള്ള, എന്റെ മനസ്സിലുള്ള ശരം മാറ്റണേ തമ്പുരാനെ, ശങ്ക മാറ്റണേ, അഹങ്കാരം മാറ്റണേ, മടി മാറ്റണേ, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണേ. ഈ ഒരു തർപ്പണം സ്വന്തം ശരീരത്തിൽ നടത്താൻ കഴിഞ്ഞാൽ
അതിമനോഹരമായ ഈ ഒരു മാസം നമുക്ക് ഗംഭീരമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്തിന് ഓണക്കിറ്റ് കൊടുക്കണം? RCM സ്വദേശി ഉൽപ്പന്നങ്ങളാണ്. ഒന്ന്, സ്വദേശി പ്രോത്സാഹനം. ആണയിട്ട് നെഞ്ചിൽ കൈവച്ച് നിങ്ങൾ എഴുതി വെച്ചോ, എന്തിനു കൊടുക്കണം ഓണക്കിറ്റ്? നാട്ടിൽ മൊത്തം ഓണക്കിറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു 20-25 കൊല്ലം ഓണക്കിറ്റ് നടത്തിയ വ്യക്തിയാണ് ഞാൻ. ഒരു രൂപ എനിക്ക് അതിൽ നിന്ന്, കടത്തിൽ നിന്ന് കടം, വീണ്ടും കടം, വീണ്ടും കടം, അപകടം. അവസാനം ഗതി മുട്ടിയ നേരത്താണ് RCM കയ്യിൽ കിട്ടി. എന്നിട്ടും അത് പറ്റാതെ കൊണ്ടു നടന്നു. അപ്പോഴും മെൻഡറുടെ ഉപദേശം സ്വീകരിച്ചു. ജയശ്രീ മാഡം, നിർത്തു ഓണക്കിറ്റ്. താൽക്കാലിക സുഖത്തിന് വേണ്ടി, താൽക്കാലിക തിരിമറികൾക്ക് വേണ്ടി അതിന്റെ പിന്നാലെ പോകരുത്, പണി കിട്ടും. നിർത്തി. അങ്ങനെ നിർത്തിയത് കൊണ്ടാണ് ഇന്ന് ആശ്വാസമായിട്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നിർത്തിയപ്പോ, തിരിമറികളൊക്കെ തീർന്നു പോയി. അതിൻ്റെതായ പ്രയാസം സാറ് പറഞ്ഞു ഒരു 3 കൊല്ലം കൂടെ ഉണ്ടാവും. ഇപ്പൊ 1ാമത്തെ കൊല്ലം പൂർത്തിയായി. 2 വർഷം കൂടെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ മെൻഡറുടെ ഉപദേശം നമ്മൾ സ്വീകരിച്ചേ പറ്റൂ. അപ്പൊ 1ാമത്തെ സ്വദേശി പ്രോത്സാഹനം. ഇത് ആരോടും പറയാനുള്ളതല്ല, നമ്മുടെ മൈൻഡിൽ വേണം, എങ്കിലല്ലേ പറയാൻ പറ്റൂ. വാക്കുകൾക്ക് ശക്തി വരണമെങ്കിൽ, പവർ ഓഫ് സ്പോക്കിംഗ് വേർഡ്സ് എന്ന് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കണം. അപ്പൊ നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നം ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാതെ വാങ്ങുന്നതിലൂടെ ഓരോ കുടുംബത്തിനും ഈ സ്വദേശിയെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. നമ്പർ 2, ഗുണനിലവാരം പ്ലസ് വിലക്കുറവ്. നല്ല ക്വാളിറ്റി ആണെന്നതിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഇല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ഇന്ന് 100 തികയോ? ബലിതർപ്പണത്തിന് പോയിട്ട് ഈ പ്ലാറ്റ്ഫോം ഇന്ന് 100 തികയണമെങ്കിൽ ഡോക്ടർ രാജൻ സാറ് ഇന്നത്തെ സ്റ്റാർ ആൻഡ് അബോവ് മീറ്റിംഗ് നാളത്തേക്ക് മാറ്റിവെക്കണമെങ്കിൽ തീർച്ചയായും നമ്മളൊക്കെ അങ്ങനെ പോകേണ്ടവരായിരുന്നു. ഞാനും ആ വഴിക്ക് കുറെ പോയിട്ടുള്ളതാ. ഇന്ന് തർപ്പണമൊക്കെ എന്റെ ഹൃദയത്തിലാ. ചെയ്യില്ല എന്നല്ല, ആചാരങ്ങളെല്ലാം നമുക്ക് വേണം. പ്രത്യേകിച്ചും RCM രാമന്റെയും ക്രിസ്തുവിന്റെയും മുഹമ്മദിന്റെയും പ്രസ്ഥാനമാണ്. നമുക്ക് അന്നവും പാർപ്പിടവും വസ്ത്രവും നൽകുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ടാണ് ഒരുത്തനെ കാണുമ്പോ ജയ് RCM എന്ന് പറയുന്നത്. എന്താ ജയ് RCM? ആദ്യമൊന്നും പറയാൻ മടിയായിരുന്നു. പിന്നെയാണ് മനസ്സിലായത്, ജയ് RCM, നിനക്ക് വസ്ത്രവും പാർപ്പിടവും അന്നവും ലഭിക്കട്ടെ. തിരിച്ചവൻ നമ്മളോട് പറയുന്നു, ഗുഡ് RCM, നിനക്കും അത് തന്നെ സംഭവിക്കട്ടെ. അപ്പൊ ഗുണനിലവാരം പ്ലസ് വിലക്കുറവ്. നല്ല ക്വാളിറ്റി ആണെന്നതിൽ തർക്കമില്ല. പൊതുമാർക്കറ്റിലെ ക്വാളിറ്റി ഉൽപ്പന്നങ്ങളോട് താരതമ്യം ചെയ്താൽ വിലയും കുറവ്. അതിൽ യാതൊരു സംശയമില്ല, ഞാനത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്പർ 3, ആരോഗ്യത്തിന് നല്ലത്. ആരോഗ്യം കിട്ടിയത് കൊണ്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ എന്നെ കുറിച്ചാട്ടോ പറയണേ. നിത്യോപയോഗ സാധനങ്ങളായ സോപ്പ്, ചായപ്പൊടി, പേസ്റ്റ്, അങ്ങനെ പലതും എല്ലാം നാച്ചുറലാണ്. പ്രകൃതിക്കും മനുഷ്യനും ഹാനികരമായ കെമിക്കൽ ഇല്ലാത്തത്. ജീവിതത്തിൽ ഞാൻ ക്യൂടെക്സ് ഇടാറില്ല. കണ്ടോ, ഇന്ന് നഖമൊക്കെ വളർത്തിയിട്ടാ ക്യൂടെക്സ് ഇട്ടേക്കണേ. ക്യൂടെക്സ് ഇടുമ്പോ ഒരു തരം ബുദ്ധിമുട്ട്, ഒരു തരം വെള്ള കളറൊക്കെ വരുമായിരുന്നു. അപ്പൊ അത് ഉപേക്ഷിച്ചു. പക്ഷെ നമ്മുടെ ക്യൂടെക്സുകള് ഓരോന്നും 9 ഫ്രീ ഫോർമുല, 12 ഫ്രീ ഫോർമുല, 21 ഫ്രീ ഫോർമുല. എന്താ അങ്ങനെയൊക്കെ പറഞ്ഞ? ഇത് ഈ ഉള്ള 9 കെമിക്കലുകൾ, 12 കെമിക്കലുകൾ, 21 കെമിക്കലുകൾ, ഇതൊക്കെ പൊതുവിപണിയിലെ നെയിൽ പോളിഷിൽ ഉണ്ടെങ്കിൽ ഇതൊന്നും RCM ഇല്ല. അപ്പൊ ആരോഗ്യദായകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി തൊഴിലവസരം, RCM പ്രൊഡക്റ്റിന്റെ ഉപയോഗത്തിലൂടെ നേരിട്ടും അല്ലാതെയും പലർക്കും തൊഴിൽ കിട്ടുന്നു. നാട്ടുകാരൻ കൈ കൊടുക്കുന്നു, വിദേശി അവിടെ ഇല്ല. അതാണ് പോയിന്റ്. ഒരു നാട്ടുകാരൻ കൈ കൊടുക്കുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിനെയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. നമ്പർ 5, RCM കുടുംബത്തിന്റെ ഒരുമ. ഞാൻ പറഞ്ഞു തരണോ ഒരുമയുടെ ആവശ്യം? RCM കുടക്കീഴിൽ എന്ന് പറയുമ്പോ നമ്മുടെ സ്വന്തം ബ്രാൻഡ് വഴി ഓണം ആഘോഷിക്കുമ്പോ അതൊരു കൂട്ടായ്മയുടെ അടയാളമായി മാറുന്നു. വലിയൊരു കൂട്ടായ്മ. നമ്മുടെ ബ്രാൻഡിലാണ് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെ? എത്ര സന്തോഷകരമായിട്ട് ഒരേ യൂണിഫോമിറ്റിയിൽ ഓരോരുത്തരും ഒരേ തരത്തിലുള്ള കിറ്റുകൾ റെഡിയാക്കിക്കൊണ്ട് പല ഉൽപ്പന്നങ്ങൾ അതിൽ വെച്ചിട്ടുണ്ട്. അവരവന് ഇഷ്ടമുള്ളതൊക്കെ ആ കിറ്റിൽ വെച്ചുകൊണ്ടുള്ള ഒരു യാത്ര, അതിലൂടെ നിരവധി ജനങ്ങളിലേക്ക് അത് എത്തിക്കാനുള്ള ഒരു സംവിധാനം. ഇനി നമ്മുടെ പണം നാട്ടിൽ തന്നെ MNC കമ്പനിക്ക് പോകുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൽ തന്നെ പണം കറങ്ങും. നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൽ പണം കറങ്ങും, നാടിന്റെ വളർച്ചയ്ക്ക് സഹായകമാകും. അതുകൊണ്ടാ പറയണേ,
ഒരു ആർമിയിലേക്കോ അല്ലെങ്കിൽ ദേശസേവനത്തിനോ മിലിറ്ററിയിലേക്കൊന്നും പോവണ്ട. RCMന്റെ ഒരു പേസ്റ്റ് ഞാൻ ഉപയോഗിച്ചു, ഒരു പേസ്റ്റ് മറ്റൊരുത്തന് കൊടുത്താൽ അവന്റെ പല്ലുവേദനയും പല്ലുപുളിപ്പും മോണപഴുപ്പും ഗംബ്ലീഡിങ്ങും വായനാറ്റവും പല്ലുമ്മലത്തെ കറയും മാറിയാൽ അവൻ നമ്മളെ നെഞ്ചോട് ചേർക്കും. അങ്ങനെ ഷൈൻ ബാബു സാറ് പേസ്റ്റ് കൊടുത്തത് കൊണ്ടല്ലേ സുന്ദർജി ഇവിടെ ടെക്നിക്കൽ അച്ചീവർ ആയിട്ട് നിന്നത്. സുന്ദർജി പേസ്റ്റ് കൈമാറിയത് കൊണ്ടല്ലേ ദാസൻ സാറ് ടെക്നിക്കൽ അച്ചീവർ ആയത്. അതേപോലെ തന്നെ സജീവ് കുമാർ സാറ് ആ ഒരു സന്തോഷം ബിജു സാറിന് കൊടുത്തത് കൊണ്ടല്ലേ ഇന്ന് കൊമ്പടിഞ്ഞാമാക്കൾ ടീമിലെ നിരവധി ഷോപ്പുകൾ വന്നിട്ടും നന്മയുടെ പവറിൽ നിൽക്കുന്നത് ആ ഒരൊറ്റ കരുതൽ കൊടുത്തത് കൊണ്ടല്ലേ. അപ്പൊ ഈ ഒരു സ്നേഹം ഇങ്ങനെ പങ്കുവെച്ച് പോകുമ്പോ അതിലൂടെ നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായകമാകും. ഓണത്തിന് മുൻപ് ഓഗസ്റ്റ് 15 വരുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയ മാസാണ്. സ്വദേശിയെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ അവസരം. സർക്കാരും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അപ്പൊ ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ സ്വദേശിയിലൂടെ സ്വാതന്ത്ര്യം, സ്വദേശിയിലൂടെ സ്വാതന്ത്ര്യം, RCMലൂടെ സമ്പൽ സമൃദ്ധി. ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തെളിയണം. സ്വദേശിയിലൂടെ സ്വാതന്ത്ര്യം, RCMലൂടെ സമ്പൽ സമൃദ്ധി. നമ്മുടെ ഉൽപ്പന്നം, നമ്മുടെ ഓണം, നമ്മുടെ അഭിമാനം. ഇതാണ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ പറയാ. നമ്മുടെ ഉൽപ്പന്നം, നമ്മുടെ ഓണം, നമ്മുടെ അഭിമാനം. ഇതിനു മുൻപ് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഗാന്ധിജി പറഞ്ഞ ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്നാണ് സ്വദേശി. ഏറ്റവും വലിയ ആയുധങ്ങളിൽ ഒന്ന് സ്വദേശി. നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് ഉപയോഗിക്കൂ, വിദേശ സാധനങ്ങൾ ബഹിഷ്കരിക്കൂ. അതിന്റെ കാരണം ഒന്നേയുള്ളൂ, നമ്മൾ നമ്മുടെ കാലിൽ നിൽക്കണം. പണ്ട് കാരണന്മാര് പറയില്ലേ, ആരാന്റെ കയ്യെ തലക്കി വെച്ച് കിടന്നാൽ ഉറക്കം കിട്ടുമ്പോ അവനത് വലിച്ചു കൊണ്ടുപോകും. അപ്പൊ ആ വിദേശിയെ തടയാൻ വേണ്ടി, നമുക്ക് നമ്മുടെ കാലിൽ നിൽക്കാൻ വേണ്ടി ഈ ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കാനുള്ള ഒരു മാനസിക ധൈര്യത്തിലേക്ക്, ആ തീരുമാനത്തിലേക്ക്, പവർ ഓഫ് പുഷിങ്, അടിവയറ്റിൽ നിന്ന് പുഷിങ് വരണം. അതൊരു ലീഡർ പറഞ്ഞിട്ടായിരിക്കരുത്, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് പറഞ്ഞിട്ടായിരിക്കരുത്, അല്ലെങ്കിൽ ആർക്കാനും വേണ്ടി ആവരുത്. വയറിന്റെ ഉള്ളിൽ നിന്ന് അസിഡിറ്റി തേട്ടി വരും. വേണ്ട, നിക്കടാ എന്ന് പറഞ്ഞ അസിഡിറ്റി അവിടെ നിൽക്കുവോ? നിക്കില്ല. ഇപ്പൊ RCMന്റെ ഹിങ്പേടയും അനാർദനാഗോലിയും അതുപോലെയുള്ള ഹജ്മാഗോലിയും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കതിനെ ശമിപ്പിക്കാം. അതിനു മുൻപ് സാധ്യമല്ല. അസിഡിറ്റി തേട്ടി വരും, വയറ് വീർക്കും, നെഞ്ചും കുഴിയിൽ ബുദ്ധിമുട്ട് വരും, ഇവിടെ നിന്നൊക്കെ വെള്ളം തെളിയും, ആകെ അസ്വസ്ഥതയായി. അതിനോട് പോവാൻ പറഞ്ഞാൽ അത് പോവില്ല. അതുപോലെ പവർ ഓഫ് പുഷിങ്, അടിവയറ്റിൽ നിന്ന് അസിഡിറ്റി തേട്ടി വരുന്നത് പോലെ RCM തേട്ടി വരണം. ഇറങ്ങ്, കിറ്റ് കൊണ്ടിറങ്ങ്, ഉൽപ്പന്നങ്ങൾ കൊണ്ടിറങ്ങ്, പ്രോഗ്രാമിന് പോ, മീറ്റിങ്ങിന് പോ. ഒരാളും പറഞ്ഞിട്ടായിരിക്കരുത്. ശരീരത്തിന് എത്ര ക്ഷീണമുണ്ടെങ്കിലും, ഒത്തിരി വയ്യെങ്കിലും, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ചെന്നിരുന്നാൽ ആ നിമിഷം നമ്മുടെ ക്ഷീണം മാറുന്ന രീതിയിലേക്ക് RCM നമ്മളെ വളർത്തി വലുതാക്കും. അപ്പൊ ഓഗസ്റ്റ് 15ന്റെ ഭാഗമായിട്ട് RCM സ്വദേശി ഉൽപ്പന്നങ്ങളിലൂടെ ഓണക്കിറ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ അവരോട് പറയണം. ഈ കിറ്റിലൂടെ നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും ഒക്കെ അവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കും. ഇതെന്റെ വാക്കല്ലാട്ടോ. സജീവ് കുമാർ സാറ് കഴിഞ്ഞൊരു പൻപുലരിയിൽ കുറച്ചു സമയം നമ്മളോട് സംസാരിച്ചത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഏറെ ഹൃദയത്തിൽ കൊണ്ടൊരു വാക്കായിരുന്നു അത്. ഈ കിറ്റിലൂടെ നമ്മൾ കൊടുക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അവരുടെ ഹൃദയത്തിൽ ഒന്ന് ഇടം പിടിക്കും. ആ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് ആ കുടുംബത്തെ കൂടെ കൂട്ടാനാകും. ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് ഓണക്കിറ്റും തുടങ്ങാം. അപ്പൊ ഇപ്പൊ വരുന്നത് ആഗസ്റ്റ് 15 കിറ്റൊക്കെ ഒരേപോലെ തന്നെ, പറയുന്ന രീതിയിൽ ഒരു ചെറിയ വ്യത്യാസം, അത്രയേ ഉള്ളൂ. ഇഷ്ടം പോലെ ആൾക്കാർ കിറ്റുകൾ ഇറക്കിയിട്ടുണ്ട്. പല തരത്തിലുള്ള കിറ്റുകൾ വിപണിയിൽ വന്നിട്ടുണ്ട്. RCMകാർ തന്നെ പല പ്രൊഡക്റ്റുകൾ വെച്ച് കിറ്റ് തയ്യാറാക്കുന്നുണ്ട്. അപ്പൊ ഇതിനായിട്ട് ഒരുങ്ങണം. 2000 രൂപയുടെ 1000, 500 രൂപയുടെ കിറ്റുകൾ തയ്യാറാക്കുക. 2500 രൂപയുടെ ഉൽപ്പന്നങ്ങള് ഒന്നും ഒരു ഓണം ഇങ്ങനെ പറയണം. ഈ ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഓണം പ്രമാണിച്ച് 2500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 2000 രൂപയ്ക്ക്, 1500 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 1000 രൂപയ്ക്ക്, 750 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 500 രൂപയ്ക്ക്. അതൊക്കെ നമ്മുടെ തീരുമാനപ്രകാരം. ചിലപ്പോൾ 600 രൂപയുടെ നമുക്ക് 500 രൂപയ്ക്ക്, അങ്ങനെ എന്തോ ആവട്ടെ. ആ MRP DP തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞ് ബോധ്യമാക്കിയിട്ട് അവർക്ക് ആ കിറ്റ് കൊടുക്കാൻ തയ്യാറാക്കണം. അവരുടെ മനസ്സിൽ ഓഫറിന്റെ ചിന്താഗതി ഉണരും. നമ്മൾ ഒരിക്കലും ആരെയും പറ്റിക്കുന്നില്ല.
ഉപയോഗിച്ചവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഇവിടെ വന്നിരിക്കാൻ സാധിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നത്. ഇനി പ്രൊഡക്റ്റ് ഉപയോഗിച്ച് 2-3 തവണ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും, ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവിടെ തീരെ അവരിങ്ങനെ അത് പിന്നെ ആവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന അനവധി പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. അസലായിട്ട് 2000-ന്റെ കിറ്റ് കൊണ്ടുകൊടുത്ത് അവിടെ നമുക്ക് ജോയിനിങ്ങിലേക്ക് കൊണ്ടുവരാം. ഇത് വെറുതെ അല്ല. എന്റെ പുറകിൽ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് കണ്ടോ? എന്റെ ഗ്രേറ്റ് ലീഡർ ഭാഗ്യ മാഡം, അതിനപ്പുറത്ത് വേറൊരു കസ്റ്റമർ, അതിനപ്പുറത്ത് കാണുന്നുണ്ടോന്ന് അറിയില്ല, എന്റെ ടീമിലെ പവർഫുൾ ലേഡി ലീഡർ സുജയ മാഡം, ഇപ്പുറത്ത് എന്റെ ഹസ്ബൻഡ്, അതിനപ്പുറത്ത് കിറ്റ് കാണുന്നുണ്ട്, അതിനപ്പുറത്ത് വേറൊരു വ്യക്തിയുണ്ട്. കിറ്റ് കൊടുക്കുകയാണ്. ഈ 2 കിറ്റും 2000-ന്റെ കിറ്റാ. 2 പേരും RCM ഉള്ളവരല്ല. സുജയ മാഡം ഗ്രേറ്റ് ലീഡർ ഭാഗ്യ മാഡത്തിന്റെ നേതൃത്വത്തില് സുന്ദരൻ സാറിന്റെ നിർദ്ദേശപ്രകാരം അതിനുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അത് ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അത് ജോയിനിങ്ങിലേക്ക് നീങ്ങി. അടുത്തത് ഇന്നലെ രാത്രി അതിമനോഹരമായൊരു പ്രോഗ്രാമാണ് ഇന്നലെ ഞാൻ അറ്റൻഡ് ചെയ്ത് വന്നത്. അവിടെയൊക്കെ തികച്ചും എനിക്ക് ഡോക്ടർ രാജൻ സാറിനോട് ഒരുപാട് നന്ദി പറയാണ്. അതേപോലെ ടീമിനെ ഭംഗിയായിട്ട് കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ നമ്മുടെ ഗ്രേറ്റ് ലീഡർ എമറാൾഡ് ബിജു സാർ, ബിഗ് സല്യൂട്ട് സാർ. ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു സംരക്ഷണവും ആ കെയറിങ്ങും ഒക്കെ ഇന്നലെ കറക്റ്റ് ആയിട്ട് എനിക്ക് ബോധ്യമായ ഒരു നിമിഷമാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഇന്നലെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വഴിയിൽ വെച്ച് കൊടുങ്ങല്ലൂർ വെച്ച് ബസ് കേടായി ഒത്തിരി ലേറ്റ് ആയിട്ടാണ് വീട്ടിലേക്ക് വന്നത്. പക്ഷെ ആ വീട്ടിലേക്ക് ഞാൻ വരുമ്പോഴേക്കും എന്റെ ഹസ്ബൻഡ് ഒരു 5 കിറ്റ് വിറ്റ് കഴിഞ്ഞു. ചിന്തിക്കൂ, 2 എണ്ണത്തിന്റെ ഫോട്ടോ എനിക്ക് കിട്ടിയുള്ളൂ. അദ്ദേഹത്തിന് ഈ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊന്നും എന്റെ ഹസ്ബൻഡിന് അറിയില്ല. ഇപ്പോഴാണ് അദ്ദേഹം ഈ ഫോൺ തന്നെ ഉപയോഗിച്ചു തുടങ്ങിയത്. എനിക്കും അറിയണ്ടായിരുന്നില്ല. RCM വന്നിട്ടാണ് എന്റെ കൊച്ചുങ്ങൾ എനിക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് പഠിപ്പിച്ചത്. അപ്പൊ അദ്ദേഹം 2 സ്ഥലത്ത് പോയപ്പോ അവരെ കൊണ്ട് തന്നെ എടുപ്പിച്ചു. ബാക്കിയുള്ളടത്ത് പോയപ്പോ എടുക്കാൻ ആളുണ്ടായിരുന്നില്ല. ഈ 2 കിറ്റ് ഞാൻ അതുകൊണ്ടാണ് ഇന്ന് എന്റെ പുറകില് കണ്ടുവോ, എന്ത് ഭംഗിയാ നോക്കൂ. ഭാഗ്യമേട അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, നന്ദൻജി ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. അപ്പുറത്തുള്ളവരെ കാണുന്നില്ല. ഇപ്പുറത്ത് ഒരു ലേഡി ഉണ്ട്, ഒരു പുതിയ കസ്റ്റമറാണ്. അതിന്റെ അപ്പുറത്ത് സുജയ മേഡാണ് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഇവിടെ പറയുന്നത്, അല്ലാതെ വെറുതെ അല്ല. അപ്പൊ ഞാൻ ആ ഒരു അച്ചീവ് ചെയ്ത ടൂർ പ്രോഗ്രാം അവിടെ ആസ്വദിക്കുമ്പോ അതിമനോഹരമായി ആ ഒരു രംഗം, ക്ലാസും പാട്ടും ഡാൻസും, നമ്മുടെ ഗിരീഷ് സാറ് സ്റ്റാർ ആൻഡ് ബൗളൊക്കെ ഇട്ടിട്ടുണ്ടോ ഭഗവാനെ, പറയാൻ വയ്യ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിൽക്കുമ്പോഴും എനിക്ക് ഫോൺ വരുന്നുണ്ട്, ജയ ഇന്നത് എങ്ങനെ കൊടുക്കണം, ഭംഗിയായി അത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു. എന്റെ സഹായമില്ലാതെ എന്റെ കുടുംബനാഥൻ ആ കിറ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഒരു നിമിഷം ഞാൻ അവിടെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു. നമ്മുടെ കുടുംബത്തിലുള്ളവര് നമ്മുടെ കൂടെ കൈത്താങ്ങായി നിൽക്കുമ്പോണ്ടല്ലോ പിന്നെ ഒന്നുമില്ല, പിന്നെ അവിടെ ഏറെ സന്തോഷ. അതിനെന്ത് വേണം? നമ്മുടെ ഭർത്താക്കന്മാര് നമ്മുടെ കൂടെ നിൽക്കുവാനും നമ്മുടെ ഭാര്യമാര് നമ്മുടെ ഭർത്താക്കന്മാരെ കൂടെ നിൽക്കണമെങ്കിലും നമ്മളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം അവർക്ക് ഫീൽ ചെയ്യണം. അത് സാമ്പത്തിക മാറ്റമല്ല ആദ്യം വരിക, മനസ്സുകൊണ്ടുള്ള മാറ്റം, ക്ഷമയുടെ മാറ്റം, എന്ത് കേട്ടാലും നമുക്ക് സഹിക്കാൻ കഴിയുന്ന മാറ്റം, സ്നേഹം കൂടുന്ന മാറ്റം, ഒരുമയുടെ മാറ്റം, സന്തോഷത്തിന്റെ മാറ്റം. ഇതൊക്കെ കുടുംബത്തിൽ കണ്ടാലാണ് ഏതൊരു ഭാര്യയെയും ഭർത്താവ് പറഞ്ഞയക്കുള്ളൂ. എന്റെ ഭർത്താവ് ശരിയല്ല, ശരികേട് ഞാനാണെന്ന് ചിന്തിച്ചു നോക്കിയേ പിന്നെ ഒരു പ്രശ്നം അവിടെ ഇല്ല. എന്നാൽ ബുദ്ധിമുട്ടുള്ളവരില്ല എന്നല്ല ഞാൻ പറയണേ, കുറെ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരമാവാൻ നമുക്ക് സാധിക്കും. അപ്പൊ RCM അറിയാത്ത വീടുകളിൽ പോലും ഈ 2 വീട്ടിലും ജോയിനിങ് ചെയ്തവരല്ല, അവിടെ കൊണ്ടുപോയത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇനിയും കൊടുത്തു, 500-ന്റെയും 1000-ന്റെയും കിറ്റുകൾ ഇന്നലെ കൊടുത്തു. ഒന്നും RCM നമ്പർ എടുത്തവരല്ല. ചെറിയ ചെറിയ സാധനങ്ങൾ, ഒരു ചന്ദനത്തിരി, ഒരു സോപ്പും കട്ട, ഇതൊക്കെ വാങ്ങുന്ന വീടുകളിലേക്ക് ധൈര്യമായിട്ട് ഇറങ്ങി ചെല്ലാൻ നമുക്ക് സാധിക്കണം. ഇന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ ഞാൻ പോവാണ് ബിൽവാരയ്ക്ക്. വുമൺ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് 8 മണിക്ക് ഇന്ന് ഇവിടെ നിന്ന് പോവും. ചിന്തിച്ചു നോക്കൂ, അത് പോകുമ്പോഴേക്കും ഇവിടെ ഓൾറെഡി 25 കിറ്റ് സെറ്റാണ്. ഇനി എന്റെ യാത്രകളില് എനിക്കത് ചെയ്ത് ഭംഗിയായിട്ട് എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉള്ളത് കൊണ്ട് അദ്ദേഹം അത് കൊണ്ടുവന്ന് കൊടുക്കും. എനിക്ക് താങ്ങായി നിൽക്കാൻ എന്റെ കൂടെ എന്റെ ടീമുണ്ട്, എന്റെ ഭാഗ്യമേഡം ഉണ്ട്, സുന്ദരൻ സാറുണ്ട്, മറ്റ് ലീഡേഴ്സ് ഉണ്ട്. അവരുടെ സഹായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും ഞാൻ ഇല്ലെങ്കിൽ കൂടി എന്നേക്കാൾ പവറോടെ ചെയ്യാൻ പറ്റുന്ന എന്റെ ടീം അംഗങ്ങൾ, ഡ്യൂപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ ഭാഗ്യല്ലേ, സന്തോഷല്ലേ നമുക്ക്. നമ്മളില്ലാതെ തന്നെ നമ്മുടെ കുട്ടികള് കർമ്മങ്ങൾ ചെയ്യുമ്പോ അതിനാണ് ഈ സിസ്റ്റത്തോട് ഏറ്റവും വലിയ പവർ കാണിക്കേണ്ടത്. ആ സിസ്റ്റത്തോട് നമ്മളൊരു സമർപ്പണം ചെയ്യേ, പവർ ഓഫ് സബ്മിഷൻ, ആത്മസമർപ്പണം ചെയ്യുക.
ആ ആത്മസമർപ്പണം ചെയ്താൽ നമ്മളെ പോലുള്ളവര് നമ്മളെക്കാൾ മികവോടെ ടീമിൽ കയറി വരും. ആ കയറി വരുന്നതാണ് നാളെ നമ്മുടെ ഭാവി നിർണയിക്കാനുള്ള ഏറ്റവും വലിയ തീരുമാനം. അപ്പോ 2000-ന്റെ കിറ്റ് കൊടുത്ത് ജോയിനിങ് കൊണ്ടുവരാം. പിന്നെ സാറ് പറയാറുണ്ടല്ലോ, ചന്ദനത്തിരി കത്തിച്ച് വെക്കുന്ന ഐഡി ഉണ്ടാവും, സോപ്പ് കട്ട മാത്രം തേക്കുന്ന ഐഡി ഉണ്ടാവും, മാസാവസാനം ഐഡിയിൽ എന്തെങ്കിലുമൊക്കെ അടിച്ച് ചത്തുപോകാതിരിക്കാൻ ഐഡി നിലനിർത്തുന്നവരുണ്ടാവും, ഓൾറെഡി ചത്തുപോയവരുണ്ടാവും. ഇവർക്കൊക്കെ നമുക്ക് 1000-ന്റെയോ 500-ന്റെയോ കിറ്റുകൾ കൊടുക്കാം. ഓണമാണ്, എന്തായാലും ആവശ്യമുണ്ട്. ആ കിറ്റിൽ അവർ ഉപയോഗിക്കാത്ത പല ഉൽപ്പന്നങ്ങളും അതിലുണ്ടാവും. ചന്ദനത്തിരി മാത്രം കത്തിച്ച് വെക്കുന്നവൻ അത് തന്നെ ഉപയോഗിക്കുള്ളൂ. അങ്ങനെയുള്ളൊരു ലീഡർ ആയിരുന്നു ഇന്ന് പവർഫുൾ ലീഡറായിട്ട് മുന്നോട്ട് നയിക്കുന്ന എന്റെ ടീമിലെ സ്റ്റാർ അച്ചീവർ മഹേഷ് സാറ്. പലപ്പോഴും പല ക്ലാസ്സുകളിലും ഞാൻ പറയാറുണ്ട്, അധികം സംസാരിക്കാതെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, വിളിച്ചാൽ തന്നെ മിണ്ടാൻ ബുദ്ധിമുട്ട്. തളിക്കുളം സുജിത് സാറിന്റെ ഷോപ്പിൽ വന്നിട്ട് രസോയ് തടുക്കം മാത്രം വാങ്ങിയിട്ട് 2 വർഷം നീങ്ങിയ വ്യക്തി. ആ ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ നിരവധി ഉൽപ്പന്നങ്ങൾ അവിടെ ഉണ്ട്, അതിലേക്ക് ഒന്നും കണ്ണു പോവില്ല. വെറുതെ നേരെ രസോയ് എവിടെയാണോ ചെല്ലുന്നത് അത് എടുത്ത് ആ സംഭവം എന്റെ ഡിസ്പ്ലേ വാളിൽ അടിച്ച ആള് പോവും. പലതവണ സുജിത് സാറ് പറഞ്ഞു കൊടുത്തിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാൻ തയ്യാറായില്ല. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർ ഒരുപാടുണ്ട്. പക്ഷെ അവരെ ഫോളോ അപ്പ് ചെയ്ത് എത്ര പവറായ ലീഡറാണ് ഞാനെങ്കിലും, എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റുന്ന നിങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും നടക്കില്ല സുഹൃത്തുക്കളെ. നമ്മുടെ പവർ വെറും വട്ടപൂജ്യം. നമുക്ക് നമ്മുടെ കൂടെയുള്ളവരെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മൂന്നാമതൊരാളുടെ സഹായം വേണം. അതുകൊണ്ടാണ് ഡോക്ടർ രാജൻ സാർ പറയുന്നത്, എന്റെ വീടിന്റെ സൈഡില്, എന്റെ അയൽപ്പക്കങ്ങളില് നിങ്ങൾ വന്നിറങ്ങൂ, അവിടെയുള്ളവരെ നിങ്ങൾ RCM-ലേക്ക് കൊണ്ടുവരൂ. രാജൻ സാറിന് പവർ ഇല്ലാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. അപ്പൊ നമ്മുടെ പവർ എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. നമുക്കറിയുന്നവരുടെ ഇടയിലേക്ക് ഒരു കാര്യമില്ല. ഗുരുനാഥൻ പറയാറില്ലേ, സ്ഥലം SI ആണ്, നാട്ടുകാരെ വിറപ്പിക്കും, എല്ലാവരെയും വിറപ്പിക്കും. ഇങ്ങനെയൊന്ന് പിരിച്ചു വെച്ചാല് ഉടുതുണിയില് പൂവണ ആൾക്കാരാണ് SI-നെ കണ്ട. SI വീട്ടിൽ ചെന്നാല് ഈ മീശ നേരെ ഇങ്ങനെ ആക്കി വെക്കേണ്ടി വരും. സ്വന്തം കുടുംബത്തിന്റെ ഉള്ളില് SIക്ക് ഒരു പവറും ഇല്ല. അപ്പൊ അതുപോലെയാണ് RCM-ല് മൂന്നാമതൊരാളുണ്ടെങ്കിലാണ് ഈ സിസ്റ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 2 വരി മാർക്കറ്റിംഗ് പ്ലാൻ പറയാൻ പഠിച്ച രാജാവ്, 2 വരി പ്ലാൻ പറയാൻ പഠിച്ച മന്ത്രി, 4 ഉൽപ്പന്നങ്ങൾ പറയാൻ പഠിച്ചു കഴിഞ്ഞാൽ അവൻ ലോകൈക നാഥനായി. പിന്നെ ആരുടെ ആവശ്യമില്ല, കഴിഞ്ഞു. അതോടുകൂടി ജീവിതത്തിന്റെ പടിയിറക്കം ആരംഭിച്ചു എന്ന് കരുതിക്കോ. എവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സ് ഇല്ല, അത് ഒരടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. 1000 വട്ടം തറപ്പിച്ച് മനസ്സിനെ പഠിപ്പിച്ചോ പറ്റില്ല. ഭസ്മാർപ്പണം, തവിട്ട് പൊട്ടി ഭസ്മാർപ്പണം, എന്റെ നന്ദേട്ടൻ പറയുന്ന ഭാഷയാ. ആ സിസ്റ്റം വിട്ടാൽ, മെന്ററുടെ കൈ വിട്ടാൽ, അപ്ലൈൻ ലീഡറെ മൈൻഡ് ചെയ്യാതെ പോയാൽ ജീവിതം തക്കിട്ട് പൊട്ടി ഭസ്മാർപ്പണം. ഒരു സംശയവും ഇല്ല. അവര് പറയുന്ന രീതിയിൽ ആ സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോണം. അപ്പൊ ഈ കിറ്റിൽ അവർ ഉപയോഗിക്കാത്ത പലതും ഉണ്ടാവും. കുറെ എണ്ണം ജീവനോടെ RCM-ൽ ഇല്ലാതെ ടെർമിനേറ്റ് ആയിട്ടുണ്ടാകും. 1000-ന്റെ കിറ്റ് വെച്ച് അവരെ ഒക്കെ നമുക്ക് ആക്റ്റീവ് ആക്കാൻ സാധിക്കും. ഉൽപ്പന്നങ്ങൾ പറയുമ്പോ നമ്മുടെ നെഞ്ച് പെട്ടക്കില്ലേ കൃഷ്ണമോളെ, നെഞ്ച് പെടക്കില്ലേ? അതുകൊണ്ടല്ലേ ഇന്ന് ഇത്ര നല്ലൊരു ചെറുപ്രായത്തില് അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഇന്ന് സജിത മേഡത്തിന് താങ്ങും തണലുമായിട്ട് ഈ കുഞ്ഞു മോള് കേറി വന്നത്. എന്തുകൊണ്ടാ? അതിന്റെ വിഷൻ മനസ്സിലായി. പണ്ടത്തെ മാമനല്ല. മാമൻ പലചരക്ക് കട നടത്തി, മരപ്പണി നടത്തി, അതുപോലെ ഗൾഫില് പോയി പലതും ചെയ്തിട്ടും രക്ഷപ്പെടാത്ത മാമൻ എന്റെ മുൻപിൽ ഇന്ന് കോട്ടും സ്യൂട്ടും ഇട്ട് അനവധി ജനങ്ങൾക്ക് അത്താണിയായി, കുടുംബത്തിന്, പല കുടുംബങ്ങൾക്ക് വെളിച്ചമായി, കൊമ്പടിഞ്ഞാമക്കൾ ടീമിന്റെ കരുത്തായി മുന്നിൽ നിൽക്കുന്നത് കൃഷ്ണ കാണാണ്. അത് സജിത മേഡത്തിന് കണ്ടിട്ട് തിരിച്ചറിയാഞ്ഞിട്ടല്ല, അവർക്ക് നേരത്തെ പറഞ്ഞ സഹോദരനാ. സഹോദരൻ എന്ത് പറഞ്ഞാലും ഇത്രയ്ക്ക് തന്നെ പറ്റുള്ളൂ. പക്ഷെ പുതുതലമുറ വിഷൻ ഏറ്റെടുത്തു. ആ വിഷൻ ഏറ്റെടുത്ത ജസ്റ്റ് നിമിഷത്തിൽ റോയൽറ്റിയിലേക്ക് കടന്നു. ചിന്തിച്ചു നോക്കണം, അതാണ് RCM-ന്റെ പവർ. അപ്പൊ റോയൽറ്റി ആൻഡ് അബവ് ലീഡേഴ്സിന് പർച്ചേസർ ഇൻ ഗ്രൂപ്പ് നോക്കിയിട്ട് ഈ പറയുന്ന ചന്ദനത്തിരി കത്തിച്ച് വെച്ചക്കാരെ കാണാൻ പറ്റും, PV-കൾ തികയാത്തവരെ കാണാൻ പറ്റും, കൺസിസ്റ്റൻസി ചെയ്യുന്നവരെ കാണാൻ പറ്റും, എല്ലാവരെയും അതിലൂടെ കാണാനായിട്ട് സാധിക്കും. ആ ലിസ്റ്റ് എടുത്തിട്ട് നമ്മുടെ കൂടെയുള്ള കോർ കമ്മിറ്റി, എല്ലാവർക്കും ഉണ്ടാവും കോർ കമ്മിറ്റി. ആ കോർ കമ്മിറ്റി മെമ്പേഴ്സിന് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടാ കൊടുത്തേക്കണേ കോർ കമ്മിറ്റിയിലേക്ക്. വെറുതെ അല്ല. എന്നിട്ട് അതിൽ ഇത്ര പേരെ നിങ്ങൾ നോക്കൂ, ഇത്ര പേരെ ഇങ്ങനെ നോക്കൂ എന്ന് പറയുന്നു. ധൈര്യമായിട്ട് ഭംഗിയായിട്ട് അത് ചെയ്തു പോരുന്നുണ്ട്.
പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല. പക്ഷെ വേരുകൾ അടിയിലേക്ക് വളരുന്നുണ്ട്, അതില് യാതൊരു സംശയവും ഇല്ല. സിസ്റ്റത്തില് വേരുകൾ അടിയിലേക്ക് വളരുന്നുണ്ട്, ഗ്രോത്ത് വരുന്നുണ്ട്. ചോപ്പിലല്ല, അത് അഭിമാനത്തോടു കൂടി പറയാം. ചോപ്പിലല്ല നിൽക്കുന്നത്, പച്ച തന്നെയാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പച്ച കത്തി തുടങ്ങിയിട്ട് ആകെ 4-5 മാസമായിട്ടുള്ളൂ. നിങ്ങൾ വിഷമിക്കണ്ട. സ്റ്റാർ പ്ലാറ്റിനം അച്ചീവർ ജയശ്രീ മാഡത്തിന് പച്ച കത്തി തുടങ്ങിയിട്ട് 5 മാസമായിട്ടുള്ളൂ. ഇന്ന് ബിഗിനർ പറയുന്നു ഞാനില്ല, എനിക്ക് കാശില്ല, ഞാൻ ഇനി സിസ്റ്റത്തിൽ ഇല്ല. കേൾക്കുമ്പോ നമുക്ക് ചിരി വരുന്നു, നമ്മളോട് തന്നെ ചിരി വരിക. പക്ഷെ ഇത് നമുക്ക് സാധിക്കും, പറ്റും. അപ്പൊ നമ്മുടെ സഹായത്തോടെ ഷോപ്പുകളിൽ കിറ്റ് തയ്യാറാക്കുക, അവിടെ ചെന്ന് അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അതിനുള്ള ഉത്തരവാദിത്തപ്പെട്ടവരെ കാര്യങ്ങൾ ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ നിന്നിട്ട് ഞാനാണ് വലിയവൻ എന്ന് ചിന്തിക്കരുത്. കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക, പ്രാപ്തിയാക്കി കൊണ്ടുവരിക. അങ്ങനെ എന്റെ സ്വന്തം ലീഡർ ഭാഗ്യമേടം ചെയ്തതാണല്ലോ ഞാനിപ്പോ കാണിച്ചത് പുറകില്. അപ്പൊ ഭംഗിയായിട്ട് ആ കിറ്റുകൾ, ഇതൊന്നും വെറുതെ തമാശക്ക് പറയുന്നതല്ല, ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ പറയുന്നതിന്റെ കാരണം. ജോയിൻ ചെയ്യാത്തവർക്കും ജോയിൻ ചെയ്തവർക്കും ഐഡി എടുത്തവർക്കും ഐഡി എടുക്കാണ്ട് നീട്ടി പോകുന്നവർക്കും ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കും RCM അറിയാത്തവർക്കും നമുക്ക് പരിചയമില്ലാത്തവർക്കും എല്ലാവരുടെയും ലിസ്റ്റ് തയ്യാറാക്കുക, ഇറങ്ങുക. അതിനുള്ള എല്ലാ സഹായവും ലീഡേഴ്സ് കൊടുക്കും, ലീഡേഴ്സ് തരും. വേടിക്കാൻ കൂടെയുള്ളവർ തയ്യാറാകണം. അവിടെയാണ് പോയിന്റ്. വേടിക്കാൻ കൂടെയുള്ള നമ്മൾ തയ്യാറാണെങ്കിൽ ചങ്ക് പറിച്ച് കൂടെ നിൽക്കും. ഈ കൈയൊന്ന് അങ്ങോട്ട് കൊടുത്താലല്ലേ ആ കൈയൊന്ന് പിടിക്കാൻ പറ്റൂ. കൊതറരുത്. കൊടുക്കുന്ന കയ്യിലെ സമർപ്പണം വേണം. പവർ ഓഫ് സബ്മിഷൻ. ആ സബ്മിഷൻ വന്നു കഴിഞ്ഞാൽ പവർ ഓഫ് ടീം, ആ പവർ ഓഫ് യൂണിറ്റി, ഐക്യം അവിടെ കേറി വരും. ആ ഐക്യം കേറി വരുമ്പോ അതിലൂടെ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് അതിലൂടെ ഡ്യൂപ്ലിക്കേഷൻ നടത്തി വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്താൻ സാധിക്കും. RCMലെ FMCG പ്രൊഡക്റ്റുകളിലൂടെ ഓണം മനോഹരമാക്കുക. ഇതുവരെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയും നമുക്ക് സമയമുണ്ട്, ധാരാളം സമയം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണെന്ന് അറിയില്ലായിരുന്നു. തുടക്കത്തില് ഒരു സംഭാവനയ്ക്ക്, RCMന്റെ സംഭാവന ഇല്ല കേട്ടോ, RCMൽ സംഭാവന ഇല്ല, ആത്മീയമായ ശിവരാത്രിയുടെ സംഭാവനയ്ക്ക് ഭാഗ്യമേടത്തിന്റെ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ 2 നില വീടിനുള്ളില് ഷോക്കേസിനുള്ളിൽ ഇരിക്കുന്നത് കക്കൂസ കഴുകുന്ന ടോയ്ലറ്റ് ക്ലീനർ. ഞാൻ വിചാരിച്ചു ഇവർക്ക് തലയ്ക്ക് വട്ട, ഇവരെന്താണ് ഈ കാണിച്ചിരിക്കുന്നത്, ഏതെങ്കിലും വീടിന്റെ ഹാളിൽ ഇത് വെക്കുവോ? പിന്നെ നോക്കിയപ്പോണ്ട് സാനിറ്ററി പാഡ്, സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാഡ് സ്ത്രീകൾ തന്നെ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലം, അലമാരയുടെ ഉള്ളിൽ ആരും കാണാതെ തുണിയുടെ ഇടയിൽ ഒളിപ്പിച്ച് വെക്കുന്ന വസ്തുതയുണ്ട് ഇവരുടെ ഈ ഹാളിൽ ഇരിക്കുന്നു. ഗതികേട് കൊണ്ട് ഞാൻ ചോദിച്ചതാ, ഇതെന്താ നിങ്ങൾ ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കണേന്ന്. അപ്പോളാ പറഞ്ഞ ഇന്ത്യൻ ആണ്. ഇന്ത്യൻ, എന്ത് ഇന്ത്യൻ? എന്റെ ധാരണ, ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും എന്റെ അമ്മ പറഞ്ഞിട്ട് വാങ്ങുന്ന ചപ്പാത്തി, ആട്ട പൊന്തി വരുന്ന ചപ്പാത്തി ആശീർവാദ് ഇന്ത്യൻ ആണെന്നാ കരുതിയിരുന്നേ. പക്ഷെ അല്ല, പേര് മാത്രമേ ഉള്ളൂ. ITC ഉൽപ്പന്നാണെന്ന് ഗിരീഷ് സാറിന്റെ ക്ലാസ്സിലാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ വിവിധ സംഘടനകൾ ഓണക്കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ടവരെ നിങ്ങളൊന്ന് പോയി കണ്ട് അവര് കൊടുക്കുന്ന കിറ്റിലേക്ക് മൊത്തം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ 3, 4, 5 അതിൽ കൂടുതൽ ആ ഉൽപ്പന്നങ്ങൾ വെക്കാനാകും, ഉറപ്പ്. ആ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അവിടെ എനിക്ക് അറിവും കഴിവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യരുത്. എന്റെ കൂടെ എന്റെ അപ്ലൈൻ ലീഡറെ കൊണ്ടുപോയിട്ട് സംസാരിപ്പിച്ചാൽ തീർച്ചയായിട്ടും ആ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ ചെയ്തു വെച്ചത് കൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങള് ഇതിലൂടെ മുന്നോട്ട് പോവാൻ നമ്മുടെ ടീമിൽ 1000 രൂപയുടെ, വെറും 1000 രൂപയുടെ 100 കിറ്റ്. ആലോചിച്ച് നോക്കൂ. എന്റെ ടീമില് എന്റെ കൂടെ വന്നിരിക്കുന്നവര് ആകെ 1000 പേരേ ഉള്ളൂ. ആലോചിക്കണം. ആ 1000 പേരിൽ പകുതി പേരും ഒന്നും ചെയ്യാത്തവരായിരിക്കാം. പക്ഷെ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോരുത്തരുടെ കൂടെ എത്ര പേരുകൾ വന്നിട്ടുണ്ടാവും. ആ വന്നിരിക്കുന്നവരിൽ വെറും 1000 രൂപയുടെ 100 കിറ്റ് ഒത്തുപിടിച്ചാൽ നമുക്ക് നടക്കില്ലേ? 100 കിറ്റ്. ഒരു കിറ്റ് ഏകദേശം 400 PV, 40,000 PV നമ്മുടെ ടീമിൽ കയറി വരില്ലേ? എത്ര ബിഗിനറും സ്റ്റാർട്ടർമാരും ഓപ്പണർമാരും അവിടെ കയറി വരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒന്ന് കൂട്ടത്തോടെ നിന്നിട്ട് 100 കിറ്റ് ഒറ്റയ്ക്കല്ല കേട്ടോ പറഞ്ഞത്, നമ്മൾ മൊത്തത്തിൽ നിന്ന് ടീമിൽ നിങ്ങൾക്ക് 100 കിറ്റ് കൊടുത്താൽ പോലും വിജയം ഉറപ്പ്. അതൊരു 250 ആയാൽ 1,00,000 PV. ഭഗവാനെ, നെഞ്ചത്തൊന്ന് കൈ വെച്ച് നോക്കിയ ഈ ഹാർട്ട് ഇവിടെ ഉണ്ടോന്ന്.
250 കിറ്റ് കൊടുത്താൽ 1 ലക്ഷം PV, 500 കിറ്റ് കൊടുത്താൽ 2 ലക്ഷം PV. ഇനി വേണ്ട, നിങ്ങൾ വിൽക്കണ്ട, ഇനി കിറ്റ് മതി. 500 കിറ്റ് കൊടുത്താൽ മതി, നിർത്തിക്കോ, കയ്യും കെട്ടി വീട്ടിലിരുന്നോ. എന്തിന് RCM ചെയ്യണം? സെയിൽ ചെയ്യുമ്പോ പറയാറുണ്ട് 2 മണിക്കൂർ കുട്ടികളെ കളിപ്പിച്ചിരുന്നോ, 8 മണിക്കൂർ കിടന്നുറങ്ങിക്കോ, 8 മണിക്കൂർ ജോലിക്ക് പൊക്കോ, 2 മണിക്കൂർ TV കണ്ടോ, ബാക്കി വരുന്ന 2 മണിക്കൂർ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയാം. ആ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ പുറത്തു പോയിട്ട് അങ്ങനെ 30 ദിവസം കൊണ്ട് 60,000 രൂപയുടെ സെയില് നടത്താനായാൽ എല്ലാ ദിവസവും പോവാൻ പറ്റിയെന്ന് വരില്ല. ചില ദിവസം ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, ഇന്ന് നിങ്ങൾ ഇറങ്ങി ചെന്ന ഉടനെ തന്നെ ഒരു വീട്ടില് 2,000 രൂപയുടെ പ്രൊഡക്റ്റ് ചെലവായി. പിന്നെ നിങ്ങൾ വിൽക്കണ്ടാട്ടാ, പൊക്കോ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് പോയിക്കൊള്ളാൻ പറയും. അങ്ങനെ ലളിതമാക്കി അവരെ മനസ്സിലേക്ക് കൊടുക്കണം. പക്ഷെ എന്തുകൊണ്ടാ പിറ്റേ ദിവസം ചിലപ്പോ 15 വീട്ടിൽ പോണ്ടി വരും. അപ്പൊ സമയം നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിസാര രീതിയിൽ അവരുടെ ഉള്ളിലേക്ക് ലളിതമാക്കി കൊടുക്കണം. RCM കീറാമുട്ടിയല്ല, നമ്മുടെ ജീവിത നിലവാരം മാറ്റുന്ന സംഭവം. അതൊരിക്കലും കീറാമുട്ടിയല്ല. അങ്ങനെ പറഞ്ഞ് ബോധ്യമാക്കി കൊടുക്കുമ്പോ 2,000 രൂപയുടെ ഉൽപ്പന്നം 60 ദിവസം കൊണ്ട് നിങ്ങൾ വിൽക്ക്, അല്ല 30 ദിവസം കൊണ്ട് നിങ്ങൾ 60,000 രൂപയ്ക്ക് വിൽക്ക്. അതിന് 4 ദിവസം പോയില്ലെങ്കിലും കുഴപ്പമില്ലാന്നേ. മീറ്റിങ്ങിന് പോണ്ടേ, ട്രെയിനിങ്ങിന് പോണ്ടേ, പ്രോഗ്രാമിന് പോണ്ടേ, ഒക്കെ നമുക്ക് പോവാം. അതിനിടയില് ഇപ്പൊ ഈ ദിവസങ്ങളിൽ മുഴുവനും 1-ാം തീയതി മുതൽ എനിക്ക് പ്രോഗ്രാമുകളായിരുന്നു. ഒന്നും ഞാൻ വിട്ട് കളഞ്ഞിട്ടില്ല, പോകേണ്ടടത്തൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ബില്ലുവരയ്ക്കും കയറി പോവുകയാണ്. എന്നിട്ടും എന്തുകൊണ്ടത് നടക്കുന്നു? ആ പവർ ഓഫ് പുഷിങ്, പവർ ഓഫ് സബ്മിഷൻ, പവർ ഓഫ് പ്രാക്ടീസ്, പവർ ഓഫ് സ്പീക്കിംഗ് വേർഡ്സ്, പവർ ഓഫ് പ്രൊഡക്റ്റ് യൂസ്, ഇത് തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. ആ പല തുള്ളി പെരുവെള്ളം നടത്താൻ പറ്റും. കാശ് കൊടുത്താൽ ഉൽപ്പന്നം കിട്ടുന്ന കട നമുക്കറിയാം. RCMന് വരുന്നതിന് മുൻപ് ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കയ്യിലിരുന്ന കാശ് മുഴുവൻ സജീവ് സാർ പറയുന്ന പോലെ ചെലവായി പോയി. ചിലരുടെ വായില് പോയി. അതിന് നമ്മൾ നിൽക്കരുത്, ചിലരുടെ വായിലേക്ക് കൊടുക്കരുത്. പുറത്ത് മറ്റൊരു കടയുണ്ട്, അവിടെ MRP ഉണ്ട്, DP ഉണ്ട്. ഓരോ 6 മാസം കൂടുമ്പോഴും ഫ്രീ ഗിഫ്റ്റ് വരും. ഇത് 4 ആളോട് പറഞ്ഞ് അവരും ഇത് വാങ്ങിയാൽ അതിലൂടെ കമ്മീഷനും കിട്ടുന്നു. സ്വയം ചിന്തിക്കുക, ഇതിലേത് സെലക്ട് ചെയ്യണം. നമുക്കതിനുള്ള ബോധ്യം വേണം. ഇന്ന് അതിമനോഹരമായ ഒരു കിറ്റ് ശ്രീജി സാർ വെള്ളിച്ചാമ്പത്തൻ എനിക്ക് അയച്ചു തന്നു. ഇതിലുണ്ടോന്നറിയില്ല. ബിഗ് സല്യൂട്ട് സാർ, അടിപൊളി കിറ്റ്. അതെവിടെ വേണമെങ്കിലും ഞാൻ അപ്പൊ തന്നെ സ്റ്റാറ്റസ് ആക്കി, അപ്പൊ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഇംപ്ലിമെന്റ് ചെയ്തു, ഇൻസ്റ്റഗ്രാമിൽ പോയി, എന്റെ കുടുംബ കൂട്ടായ്മകളിൽ മൊത്തം അയച്ചു കൊടുത്തു. നിരവധി ഇതുപോലെയുള്ള നോട്ടീസുകളും ഇതുപോലെയുള്ള കിറ്റ് അറേഞ്ച്മെന്റുകളും കുറെ ദിവസങ്ങളായിട്ട് മനോഹരമായി നമ്മുടെ ടീമിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാ എടുക്കണ്ടേന്ന് ഒരു രൂപമില്ല. ആ രീതിയിലാണ് കിറ്റുകളുടെ പ്രവാഹം നടക്കുന്നത്. പക്ഷെ ഇന്ന് കണ്ട കിറ്റ് അത് ടീമിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 2,500 രൂപയ്ക്ക് 31 കൂട്ടം ഉൽപ്പന്നങ്ങൾ 2,000 രൂപയ്ക്ക് നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തുന്നു. 1,200 രൂപയുടെ ഉൽപ്പന്നങ്ങൾ 17 എണ്ണം വെറും 1,000 രൂപയ്ക്ക് നിങ്ങളുടെ പടിവാതിൽക്കൽ എത്തുന്നു. 600 രൂപയുടെ 15ഓളം ഉൽപ്പന്നങ്ങൾ 500 രൂപയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നു. ഹോം ഡെലിവറി സൗകര്യമുണ്ട്. ഞാൻ ഇന്ന് രാവിലെ 5:40 അത് ഇട്ടു. ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് വാട്സപ്പിൽ എനിക്ക് 5 കിറ്റ് ഓർഡർ വന്നു. ഗ്രേറ്റ് ബിഗ് സല്യൂട്ട് ശ്രീജിത്ത് സാർ. അതിമനോഹരമായ ഒരു കിറ്റ്. ഇതിൽ പലതും ഞാൻ ഇന്നലെ കണ്ടു. ഞാൻ എടുത്ത് പറഞ്ഞത് അത് വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ സിമ്പിൾ ആക്കാൻ പഠിക്കണം. അങ്ങനെ പഠിക്കുന്നത് എന്തുകൊണ്ടാ? ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ മാത്രമാണ് സിമ്പിൾ ആവുള്ളൂ. അല്ലെങ്കിൽ RCM കീറാമുട്ടിയ. അപ്പൊ ഇതുപോലെയുള്ള അനവധി ഉൽപ്പന്നങ്ങൾ ഇഷ്ടമുള്ളത് നമുക്ക് കൊടുക്കാം. ഓയില്, ആട്ട, ഉപ്പ്, മഞ്ഞള്, ചില്ലി, മല്ലി, പരിപ്പ്, ചെറുപയർ പരിപ്പ്, പേസ്റ്റ്, കായം, ബിസ്ക്കറ്റ്, സോപ്പ് പൊടികള്, അതുപോലെ ഡിറ്റർജന്റ് സോപ്പ്, ബാർ സോപ്പ്, ജീരകം, നൂഡിൽസ്, ഈശ്വര എന്തൊക്കെ ഉൽപ്പന്നങ്ങള്! നിരവധി ഉൽപ്പന്നങ്ങൾ. ഇതൊക്കെ നമ്മുടെ കയ്യിലൂടെ മാറി മറിഞ്ഞു പോകുന്നതല്ലേ? ഇതിലേത് വേണമെങ്കിലും എടുത്ത് തീരുമാനമാക്കിയിട്ട് നമുക്ക് കൊടുത്തൂടെ? വെറുതെ ഒന്ന് ചിന്തിച്ചാ മതി. ഒരു 4 കൂട്ടം ഉൽപ്പന്നങ്ങൾ, 3 കിറ്റ് ഞാൻ എന്റെ കുടുംബ ഗ്രൂപ്പിൽ ഇംപ്ലിമെന്റ് ചെയ്തപ്പോ അതിൽ നിന്ന് അവര് പറഞ്ഞു, ഇന്ന സാധനങ്ങൾ ആക്കിയിട്ട് ഞങ്ങൾക്ക് തരുമോന്ന് ചോദിച്ചു. അതിനെന്താ കുഴപ്പം? ആ ഇന്ന സാധനങ്ങൾ ആക്കിയിട്ടാണ് അവര് പറഞ്ഞ പോലെ സാധനങ്ങൾ ഒരുക്കിയിട്ട് ഇന്നലെ ആ കിറ്റ് മുഴുവനും കൊടുത്തത്.
അപ്പൊ ഏത് രീതിയിലും നമ്മുടെ മൈൻഡിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ആവാം. വിദേശിയെ സ്കിപ്പ് ചെയ്ത RCMനെ ക്ലിക്ക് ചെയ്യുക. എഴുതി വെക്കേ, വിദേശിയെ സ്കിപ്പ് ചെയ്ത RCMനെ ക്ലിക്ക് ചെയ്യുക. ആ ക്ലിക്ക് ജീവിതാവസാനം വരെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ഒരു സംശയമില്ല. വിൽക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല നമ്മള്, വിൽക്കുന്നതിലൂടെ വളരണം. അങ്ങനെ വിറ്റ് വിറ്റ് വളർന്നതാണ് മഹാനായ MD-TCG. ഒരു പാന്റ് തുണിയും ഷർട്ട് തുണിയും ഉണ്ടായിരുന്നുള്ളൂ, അദ്ദേഹം അത് വിറ്റു. അദ്ദേഹത്തിന് നല്ലോണം കാശ് കിട്ടി. കൊണ്ടുപോയി വിറ്റവനും കിട്ടി കാശ്. പക്ഷെ വാങ്ങി ഉപയോഗിക്കുന്നവന് കൂടി എന്തെങ്കിലും കിട്ടണമെന്ന മഹത്തായ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് 2000 ഓഗസ്റ്റ് മാസത്തില് RCM എന്ന ബ്രാൻഡ് നെയിമില് ഇങ്ങനെ ഒരു ഡയറക്റ്റ് മാർക്കറ്റിങ്ങിന് തുടക്കം കുറിച്ചത്. നെഞ്ചില് കൈവച്ച് തട്ട്. 26 വർഷം പിന്നിട്ടു. ഇനി നമ്മളെ തോൽപ്പിക്കാൻ ഒട്ടത്തമ്പുരാന് പോലും പറ്റില്ല. ഒട്ടത്തമ്പുരാനും അത് സ്വീകരിച്ചു. കാരണം ഈ ഒരു സമൂഹം RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോ, ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചപ്പോ ശരീരത്തിലൂടെ ഒഴുകുന്ന ബ്ലഡ് പോലും ടെസ്റ്റ് ചെയ്യുമ്പോ RCM ബ്ലഡായി മാറിയാൽ തമ്പുരാൻ അതിന്റെ കൂടെ കൂട്ടില്ലേ? അപ്പൊ തമ്പുരാൻ തരുന്ന പ്രതിസന്ധികൾ അതല്ലേ? ഓരോ പ്രതിസന്ധികളെയും ചവിട്ടി മതിച്ച്, പ്രതിസന്ധി കൂടുമ്പോ മെൻറോട് ചോദിച്ചപ്പോ പറഞ്ഞു വിഷമിക്കണ്ട, പിൻ ലെവല് മാറാറായിട്ടുണ്ടെന്ന് ആശ്വാസം തന്നു. അതുകൊണ്ട് അത്രേ പ്രതിസന്ധി കൂടുന്നേ. അപ്പൊ പ്രതിസന്ധികൾ ചോദിച്ചു വാങ്ങ, ഇല്ലെങ്കിൽ ഉണ്ടാക്ക്. ആ പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോവാൻ സാധിക്കും. വിൽക്കാൻ വേണ്ടി വന്നവരല്ല നമ്മള്, വിൽക്കുന്നതിലൂടെ വളരണം, വളരണം, വളരണം. ഒരാളുടെ വിജയമല്ല, എല്ലാവരുടെയും വിജയം. അതാണ് നമ്മുടെ മെന്റാലിറ്റി. അതാണ് ചവിട്ടി തേക്കൽ ഇവിടെ ഇല്ല. ആ മെന്റാലിറ്റി നമ്മുടെ അങ്ങനെ ആയിരിക്കണം. കാണം വിറ്റ് ഓണം ഉണ്ണുന്ന കാലൊക്കെ പോയി. RCMലൂടെ സമ്പാദിച്ച് ആഘോഷിക്കേ. അതിനുള്ള തീരുമാനമാണ്. കിറ്റുമായിട്ട് ഇറങ്ങുമ്പോ പലരും ചോദിക്കും, എന്തിനാണ്ടി ഇവളെ ഈ കിറ്റ് കൊണ്ടോണേ? ഇതിനേക്കാളും നല്ല കുറവ് കാശിന് ഇതിനേക്കാളും കൂടുതൽ ഉൽപ്പന്നങ്ങൾ കിട്ടില്ലേടി ഇവളെ, പിന്നെ ഈ കിറ്റിന് നീ പോണോ? എല്ലാവരും നമ്മളെ പ്രലോഭിപ്പിക്കും. 2 ദിവസം മുൻപ് വടുതലയിൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഗീതാജിയുടെ സെക്കൻഡ് സൈഡിലേക്ക് ഒരു മീറ്റിംഗ് കൊടുത്ത് വരുമ്പോ 4 പേരുണ്ട് കൂടെ. അവർക്ക് എറണാകുളം അറിയില്ല. സ്ഥിരമായി പോകുന്ന 5 വർഷമായിട്ട് എറണാകുളത്ത് നിന്ന് ഇറങ്ങുന്ന എനിക്ക് മുഴുവൻ അറിഞ്ഞിട്ടല്ലെങ്കിലും ബസ് സ്റ്റോപ്പുകളൊക്കെ കുറച്ചറിയാം. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ വടുതലയിൽ നിന്ന്, ഇതൊരു പോയിന്റ് ആണ് കേട്ടോ, ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് കഴിഞ്ഞ് ബസ് കയറി എറണാകുളം ജെട്ടിയിലേക്ക് ടിക്കറ്റ് എടുത്തു. കുറച്ച് ദൂരം എനിക്ക് എവിടെ ഇറങ്ങേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോഴത്തെ റോഡിന്റെ സംവിധാനങ്ങളെ കൊണ്ട് ചിലപ്പോ നമുക്ക് പറഞ്ഞൂടല്ലോ, ഒന്ന് മാറിപ്പോയാലോ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്റെ അടുത്തൊരു അമ്മ വന്ന് കയറി. ഒരു 10-60 വയസ്സ് പ്രായമുണ്ട് അവർക്ക്. അവരെന്നോട് ചോദിച്ചു, എവിടേക്കാ മോളെ പോണേ? ഞാൻ പറഞ്ഞു ഗുരുവായൂരാണ്, എറണാകുളം ജെട്ടിയിൽ ഇറങ്ങാനാണെന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞില്ല, ഇവര് പറഞ്ഞത് ഇവിടെ ഇറങ്ങും മോളെ, ഇവിടെ ഇറങ്ങിക്കോ, ഇതാണ് ജെട്ടിയിലേക്കുള്ള സ്റ്റോപ്പ്, ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് കടന്നാ കാണാം. അയ്യോ, ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ അല്ലല്ലോ ഇറങ്ങാറ്. അപ്പൊ കാശ് കൊടുക്കുമ്പോ കണ്ടക്ടറോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ പറയണം കേട്ടോ, എത്ര അറിയില്ലെങ്കിലും. ചിലപ്പോ ശക്തന്മാർ, തൃശ്ശൂര് ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് കാലങ്ങളായിട്ട് 25 കൊല്ലം ഞാൻ ബസ്സിൽ കയറിയ സ്ഥല. എന്നിട്ടും ചില സന്ദർഭങ്ങളിൽ ഞാൻ ബസ് കയറുമ്പോ ചോദിക്കും, ഇത് വാടാനപ്പള്ളി കൂടി പോകുന്നതല്ലേ? കാരണം തൃപ്രയാർ ക്ഷേത്രമുണ്ട്, തൃപ്രയാർ ക്ഷേത്രം കൂടി പോയ വാടാനപ്പള്ളി ടച്ച് ചെയ്യില്ല. എന്തിനാ നമുക്ക് ആ വിഷമണ്ടേ? നമ്മുടെ മുന്നിൽ ലീഡേഴ്സ് ഇല്ലേ, സിസ്റ്റം ഇല്ലേ, അത് കൊണ്ടുപോകുന്ന ഡ്രൈവറും കണ്ടക്ടറും ഇല്ലേ? അവരോടൊന്ന് ചോദിച്ചാൽ എന്താ കുഴപ്പം? ധൈര്യമായിട്ട് അപ്പൊ കേറിയിരിക്കാം എന്ന പോലെ ഇവർ എനിക്കൊരു സ്വസ്ഥത തന്നില്ല. ഇവരെന്നോട് പറഞ്ഞു ഇവിടെ ഇറങ്ങ്. എന്നെ ഉന്തി തുടങ്ങി സീറ്റിന്ന്. ലോങ് സീറ്റിലായിരിക്കണേ, എന്നെ ഉന്തി, മോളെ എണീക്ക്, ഇവിടെയാണ് ഇറങ്ങണ്ടേ, ദാ കാണുന്നതാണ് ജെട്ടി, അതിലേക്ക് നടക്കേ വേണ്ടോ? അയ്യോ അമ്മ, എന്നോട് കണ്ടക്ടർ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങേണ്ട സമയമാകുമ്പോ പറയാ. അപ്പൊ ഒരു പോയിന്റ് അവര് പറഞ്ഞു, 62 വയസ്സ് എനിക്കായി, ഞാൻ ഈ എറണാകുളത്ത് ജനിച്ച് ജീവിച്ച് വളർന്നതാ. പോയിന്റ് കേൾക്കണം കേട്ടോ, ഇത് RCM കണക്ട് ചെയ്യാനാ. 62 വയസ്സായ ഞാൻ ഈ എറണാകുളത്ത് ജനിച്ച് ജീവിച്ച് വളർന്നതാ. എനിക്കറിയാത്ത അറിവ് ആ കണ്ടക്ടർക്ക് ഉണ്ടോ? അവൻ മോളെ വഴി തെറ്റിക്കണ്ട, മോളെ എണീറ്റോട്ടാന്ന് പറഞ്ഞു. എനിക്ക് ഗതികേട് കൊണ്ട് സുജിത് സാറേ ഞാൻ ആ സീറ്റിൽ നിന്ന് എണീറ്റു, നിവർത്തിയില്ല. എണീറ്റ ഉടനെ എന്റെ കൂടെ ഉള്ള 3 ആളും എണീറ്റു. കാരണം അവർക്ക് ഞാൻ ചെയ്യുന്നതല്ലേ കാണാൻ പറ്റുള്ളൂ. ഫോളോ യുവർ ലീഡർ എന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ ഞാൻ എവിടെയാണോ എണീക്കുന്നത് എന്റെ കൂടെ മറ്റുള്ളവരും എണീറ്റു. അവർക്ക് ഈ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ, അവിടെ ഉണ്ടായ ബഹളം അവർ അറിഞ്ഞിട്ടില്ല. എണീറ്റ് കമ്പി പിടിച്ചോടനെ കണ്ടക്ടർ ഓടി വന്നു. ഏയ് മേഡം തന്നെ ഇവിടെ എണീറ്റ്, ഇറങ്ങാറായിട്ടില്ലേ? ഞാൻ പറയാ മേഡം. ഞാൻ പറഞ്ഞു ഞാൻ ഇനി അവിടെ ഇരിക്കില്ല, കാരണം എനിക്ക് ഗതികേട് കൊണ്ട് ഞാൻ എണീറ്റതാ ചേട്ടാ.
അവര് പറയണു 62 വയസ്സായി അവരിവിടെ ഈ എറണാകുളത്ത് ജീവിച്ചു തുടങ്ങിയിട്ട് ജെട്ടി സ്റ്റോപ്പ് ഇതാണ്, മോള് ഇവിടെ ഇറങ്ങൂ. ചേട്ടൻ പറയണു 2 തിരിവും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി, അപ്പൊ നേരെ കാണുന്നത് ജെട്ടിയിലേക്കുള്ള വഴിയാണ്. ഞാൻ ഏത് വിശ്വസിക്കണം ചേട്ടാന്ന് ചോദിച്ചപ്പോ ആള് പറഞ്ഞു 32 കൊല്ലായി മാഡം ഞാൻ ഈ ജെട്ടി സർവീസ് ഈ ബസ്സിൽ പോകുന്നു. അപ്പൊ ഏത് ജെട്ടി സർവീസ് ആണ് മാഡത്തിന് വിശ്വസിക്കാമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാൻ സജീവ് കുമാർ സാർ പറയേണ്ട ആലോചിച്ചു. ശരിയാ, ഇവിടെ പ്രായം ഇല്ല, പ്രവർത്തന ഒരു കോപ്പും ഇല്ല. 10 ഓണം കൂടുതലുണ്ടു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. RCMന്റെ സിസ്റ്റം പഠിക്കണം. RCMന് സിസ്റ്റം പഠിക്കുന്ന ലീഡേഴ്സ് പറയണത് കേൾക്കണം. ഞാൻ പറഞ്ഞു ചേട്ടാ 32 കൊല്ലം ചേട്ടൻ ജെട്ടി വണ്ടി ഓടിച്ച ചേട്ടന് എനിക്ക് വിശ്വാസാ. ചേട്ടൻ പറയുന്നതേ ഞാൻ കേൾക്കൂ. 62 വയസ്സ് പ്രായമുള്ള അമ്മേനെ ഞാൻ വിടേണ്ടി വന്നു. ഇതുപോലെ ഓണക്കിറ്റ് കൊണ്ടിറങ്ങുമ്പോ പലരും പറയും എന്തിനാണ്ട് ഈ കിറ്റ്, വല്ല കാര്യണ്ടാ ഈ കിറ്റിന് പോയിട്ട്? കേക്കരുത്. RCMന്റെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത്, RCMന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത്, RCMന്റെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത്, RCMന്റെ സിസ്റ്റം പഠിച്ച്, RCMലൂടെ വിജയിച്ച് കാണിക്കുന്ന ലീഡേഴ്സ് നമ്മുടെ മുൻപിലുണ്ട്. സ്റ്റാർ പേൾ അച്ചീവേഴ്സ്, എമറാൾഡ് അച്ചീവേഴ്സ്, ടെക്നിക്കൽ അച്ചീവേഴ്സ്. അത് ആക്റ്റീവ് ആയവര് മുന്നിൽ നിരന്ന് നിൽക്കുക കാണാൻ. അവര് പറയുന്ന രീതിയിൽ പോയിക്കോളൂ. ആ സിസ്റ്റത്തിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഒരേ ഒരു ലക്ഷ്യം, നമുക്ക് ചിന്ത ഒന്ന് മാത്രം, വിദേശിയെ സ്കിപ്പ് ചെയ്യുക, RCMനെ ക്ലിക്ക് ചെയ്യുക. വിദേശിയെ സ്കിപ്പ് ചെയ്യുക, RCMനെ ക്ലിക്ക് ചെയ്യുക. വിജയിക്കാൻ വേണ്ടി വന്നവരല്ല നമ്മള്, വിൽക്കുന്നതിലൂടെ വളരണം. ഒരാളുടെ വിജയമല്ല, എല്ലാവരുടെയും വിജയമാണ് നമ്മുടെ ആവശ്യം. അതിനുവേണ്ടി ഓഗസ്റ്റ് 15ന്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കിറ്റുകൾ വിൽക്കുക. അതിനുശേഷം ഇത് ഓണം വരെയുള്ള ഓഫർ ആക്കിക്കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ലീഡേഴ്സിന്റെ സഹായത്തോടെ ഇന്ന് മുതൽ കിറ്റിന്റെ പെരുമഴ നമ്മുടെ ടീമിൽ നടക്കട്ടെ. എല്ലായിടങ്ങളിലും അതിനുള്ള മീറ്റിങ്ങുകളും ക്ലാസ്സുകളും വരുന്നുണ്ട്. ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യുക. ഈ മാസത്തെ 20,000 PV ടാർജറ്റ്, അതിൽ 10,000 ന്യൂട്രി ചാർജ്, അതിൽ 2,500 കീസോള് പ്ലസ് 5 ജോയിനിങ്. 5 ജോയിനിങ് ചെയ്യാൻ പറ്റിയില്ല, 4 ജോയിനിങ് കിട്ടിയുള്ളൂവെങ്കിൽ അതിൽ 2 ടെർമിനേറ്റ് ID ആക്ടിവേഷൻ. ഇനി 5 ജോയിനിങ്ങും കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, 10 ടെർമിനേറ്റ് ID ആക്ടിവേഷൻ. ഭംഗിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് അതിന് കൂടുതൽ എഫർട്ട് എടുത്ത് അത് ചെയ്യുക. ഇതുവരെയുള്ള ടാർഗറ്റുകള് രാജൻ സാറ് തന്നത് മുഴുവനും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അടുത്തതും ഞാൻ അച്ചീവ് ചെയ്തിരിക്കുമെന്ന് എന്റെ ഗുരുനാഥന്മാർക്ക് ഞാൻ ഇവിടെ വെച്ച് വാക്ക് തരുന്നു. എന്റെ ടീമിലും ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഏവർക്കും RCM എന്ന നന്മയിലൂടെ ഗംഭീര വിജയങ്ങൾ. ഓണക്കിറ്റിന്റെ പ്രവാഹം, ഓണത്തിനൊരു പേസ്റ്റ് പോലും നമ്മുടെ ഉപയോഗിക്കാത്ത ഒരു വീടുകളും നമ്മുടെ അയൽപ്പക്കത്ത് ഉണ്ടാവരുത്. അതിനുവേണ്ടി ഒരുങ്ങുക. ജയ് RCM, ഗുഡ് RCM. താങ്ക് യു ഓൾ ലീഡേഴ്സ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന്, കൃഷ്ണ മാഡം വളരെ മനോഹരമായി സ്വാഗതം ചെയ്തതിന് ഒരുപാട് നന്ദിയും സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു ഓൾ ലീഡേഴ്സ്.